നീണ്ടുപോകുന്നു. ഈ ഖവാരിജികളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിസ്കാരം, ഇബാദത്തുകൾ, അവരുടെ സൂക്ഷ്മത, ഒരു ജീവനെ അവർ ആക്രമിക്കൂല, അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത ഒരു പണി അവർ ചെയ്യാതെ ഇസ്ലാമിന്റെ പരിപൂർണ വസ്ത്രവേഷവിധാനം ധരിച്ച ഈ ഖവാരിജികളെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നു? ആ ഖവാരിജികളുടെ നേതാവായ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജമാണ്. പേര് കേട്ടാൽ നമുക്കറിയാം. രാമൻ എന്നൊരു ഹൈന്ദവ സഹോദരന്റെ പേരോ തോമസ് എന്നൊരു ക്രിസ്തീയ സുഹൃത്തിന്റെ പേരോ അല്ല, സാക്ഷാൽ ഇസ്ലാമിന്റെ പേരുള്ള അബ്ദുറഹ്മാൻ ഇബ്നു മുൽജമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊല്ലുന്നത് പുണ്യമാണെന്ന് മനസ്സിലാക്കി വെട്ടിക്കൊലപ്പെടുത്തിയവർ. അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ച കത്തിയാണത്. ആ കത്തിക്ക് അലിയാരെ കുത്താൻ മൂർച്ചുണ്ടോ നോക്കാൻ ആ പന്നിയുടെ വാല് വെട്ടി നോക്കിയത്. അത് തെറ്റാണെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സമുദായം 73 പാർട്ടിയാകും, 72 നരകത്തിലാണ്, ഒരു പാർട്ടിയേ ഉള്ളൂ സ്വർഗത്ത് പോവാൻ. ഇവിടെ ആരാ സ്വർഗത്ത് പോകുന്നത്? അലി റളിയല്ലാഹു അൻഹു ആണോ സ്വർഗത്തിൽ, ഖവാരിജിയാക്കളാണോ സ്വർഗത്തിൽ? ഈ സദസ്സിൽ കൂടുതൽ പഠിക്കാത്ത ആരെങ്കിലും അവർ ഉൾപ്പെടെ പറയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. എന്നാ ഖവാരിജിയാക്കൾ സ്വർഗത്ത് പോകൂലല്ലോ. 73 പാർട്ടിയിൽ ഒരു പാർട്ടിയെ സ്വർഗത്ത് പോകുള്ളെങ്കിൽ അലി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അലിയാരെ വെട്ടിക്കൊലപ്പെടുത്തി ഖവാരിജ് സ്വർഗത്തിൽ പോകൂല, അവർ നരകത്തിലാണ് പോകുന്നത്. എന്തുകൊണ്ട് ഖവാരിജ് നരകത്തിൽ പോയി നിക്കരിക്കാത്തത് കൊണ്ടാണോ? നിക്കരിപ്പിക്കാത്തത് കൊണ്ടാണോ? കള്ളു കുടിച്ചിട്ടാണോ? അന്യന്റെ മുതൽ തിന്നിട്ടാണോ? ഒരു ജീവി ആക്രമിച്ചിട്ടാണോ? അനിസ്ലാമിക വേഷവിധാനം ധരിച്ചത് കൊണ്ടാണോ? എന്തിന്റെ പേരിൽ അവർ പോയി നിങ്ങൾ പറയണം. ബാഹ്യമായ ആരാധനയുടെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കണ്ട. നമുക്കുണ്ട് അങ്ങനെ ഒരു വെപ്പ്. നമ്മളെ കുട്ടികള് എവിടെയെങ്കിലും വല്ല പതാക കൊളുത്താനോ പതാക ദിനത്തിനോ കൊടി കെട്ടാനോ നോട്ടീസ് ഒട്ടിച്ചാനോ ഒക്കെ പൊയ്ക്കാട് ലൊഹർ ഖളാ ആണിന് മുമ്പ് അങ്ങ് നിസ്കരിച്ചു വിട്ടും. ലൊഹർ ഖളാ ആക്കൂല, മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയതാണ്. എല്ലാ സ്ഥലത്തും പതാക ദിനം ആചരിക്കാൻ നോട്ടീസ് ഒട്ടിച്ചാനോ അഡ്രസ്സും അതിന്റെ പോസ്റ്ററും അതിന്റെ പ്രവർത്തനത്തിലൊക്കെ പോയിട്ട് ഇശാ നിസ്കാരം വാങ്ങുകൊടുത്തപ്പോ അവരങ്ങനെ തുടർന്നു. ആ പണി തുടർന്നിട്ട് രാത്രി പാതിരാക്ക് വാങ്ങും പ്രസംഗവും മീറ്റിംഗും ഒക്കെ കഴിഞ്ഞ് നിസ്കരിച്ചപ്പോ തന്നെ രാത്രി 10-12 മണിയായി. എന്നാലും നിസ്കാരം ഖളാ ആക്കൂല, നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവ്വലത്തിന് നിസ്കാരം നടന്നിട്ടില്ല. ശരിയാ, അങ്ങനെ ഒരു മോശം ഇതിനുണ്ട്. അത് മോശം തന്നെയാണ്, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ച് പറയല്ല. പക്ഷെ മറ്റേ ആളെന്താ, ബാങ്ക് ഹയ്യാലസിനെ പറയുമ്പോൾ തന്നെ പള്ളിയിലെത്തിയിട്ടുണ്ടാവും. ഒരു ബാപ്പാന്റെ 2 മക്കളിൽ ഒരുത്തൻ SSF പറഞ്ഞിട്ട് സംഘടനാ പ്രവർത്തനം പറഞ്ഞിട്ട് ഇവന്റെ പണിതാ. മറ്റേ ആൾ ഇത്ര താടിയുണ്ട്. ഓനാണെങ്കിൽ ചുരിദാർ പോലും ഇവിടെ കയറ്റിയിട്ട് ഇവിടെ എത്തിക്കണ്. ഓന്റെ ചുരിദാർ കീപ്പട്ട് കിടക്കി അതിന്റെ അടിയിൽ പാന്റ് ഉണ്ടോന്ന് അറിയില്ല. ആ കോലത്തിലാണ് പാന്റ്. നല്ല ഒരു വാല് ഒലക്ക മുറിച്ചിട്ട് പെരടിയിൽ ഇങ്ങനെ വെച്ച മാതിരി ഉരുട്ടിയ സൈസ് ഒരു വാലുള്ള തലയിക്കെട്ടുമുണ്ട്. ഈ കോലത്തിലൊക്കെ അവന്റെ രൂപങ്ങളുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിലെത്തും. എവിടെ കുഴപ്പം? പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? എല്ലാ നിക്കാരക്കാരും സ്വർഗത്തിലല്ല, എല്ലാ ഇബാദത്തുകാരും സ്വർഗത്തിലല്ല. ഇബാദത്തിന്റെ ബാഹ്യമായ കോലം കണ്ടിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ഈമാനും അഖീദയും എന്താണെന്ന് നോക്കിയിട്ട് അയാളെ വിലയിരുത്തുക. നിസ്കാരത്തിന് ഇവാഅത്ത് ചെയ്യുന്ന ആള് വരും, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തീരെ നിക്കരിക്കാത്ത മനുഷ്യന്മാർ ദുനിയാവിൽ ഫാശിയാകും എന്ന്. ഇന്നിപ്പോ കാനേഷുമാരി കണക്ക് പരിശോധിച്ചാൽ മനുഷ്യന്റെ തലയെണ്ണം നോക്കിയിട്ട് നിസ്കരിക്കുന്നവരെയും അല്ലാത്തവരെയും കണക്ക് പരിശോധിച്ചാൽ നിസ്കരിക്കാത്തവരെക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നവരാളുള്ളത്. നിസ്കരിക്കാത്തവരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ജുമാക്ക് 40 ആടെ തേച്ച് തലയെണ്ണീന്നൊരു കാലം ഈ വയസ്സന്മാർക്ക് പരിചയം ഉണ്ടാവും. ഇന്ന് അങ്ങനെ വേണോ? ജനവാസം കുറവാണ്. അന്ന് ഇവിടെ ജുമാ ഉണ്ടോ? വലിയ ഇവിടെ ശ്രോതാക്കളെ പള്ളിന്റെ അവിടെ ജുമാ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ജുമാ എവിടെ ഉണ്ടായിരുന്നത്? മമ്പോർത്തുക്ക് ജുമാക്ക് പോയിരുന്നൊരു കാലം ചേരുന്ന മറ്റത്തൂരിൽ നിന്ന് വഫാത്തായിട്ട് കുണ്ടോട്ടിപ്പള്ളി കൊണ്ടുപോയി മറവ് ചെയ്ത മഖ്ദൂമുമാരുടെ ചരിത്രമില്ലേ? അവിടെ നിന്നൊക്കെ കാലം പുരോഗമിച്ചിട്ട് മലപ്പുറത്തെ കോട്ടപ്പടി പ്രദേശത്ത് എത്ര ജുമാഅത്ത് പള്ളി ഇന്ന് ഇവിടെ ഉണ്ട്? നിക്കരിക്കാത്ത മനുഷ്യന്മാരിന്ന് ഇവിടെ ഉണ്ടോ? ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോ കേട്ടിട്ടുണ്ട് ഞാൻ ആ നാട്ടിലെ പഴയ കഥ. റമളാൻ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഖത്തീബിന് പൈസ കൊടുക്കൽ, പള്ളിയിൽ നിന്ന് പിരിവെടുത്തിട്ട് ഖത്തീബിന് പൈസ കൊടുക്കുകയാണ്. വെള്ളിയാഴ്ചയും പെരുന്നാളും ചന്തി എല്ലാം കൂടി ഒരു ദിവസം വന്നാലും പള്ളിയിലേക്ക് ഒന്നോ കാത്തൊരു മനുഷ്യണ്ട്. പള്ളിയിൽ നിന്ന് ഇരിഞ്ഞവരൊക്കെ കാത്തു നിൽക്കുകയാണ്. ഇതാ മഹല്ലത്തിൽ നടന്നതാ. എന്തിന്? പള്ളിയുടെ മുത്തവല്ലിയെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പൊ അയാൾ ജുമാക്ക് വന്നിട്ടില്ല. പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള പ്രമാണിയുമായി പോയിട്ട് അയാൾ ആനയിച്ച് കൊണ്ടുവന്നിട്ട് അയാൾ വന്നിട്ട് വേണം ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ. ഈ കള്ള കുതിരന്റെ കൈകൊണ്ട് വാങ്ങണം ആ ഖത്തീബ് ശമ്പളം.
ജുമാക്ക് വരാത്ത കള്ളൻ, ജുമാ കഴിഞ്ഞിട്ട് ആൾക്കാർ പോയിട്ട് ഓൻ ആനയിച്ച് കൂട്ടിക്കൊണ്ടുവരാ, ഇവിടുന്ന് കൂക്കിയാ കേൾക്കണ ദൂരത്തായി പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയണില്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ അവസ്ഥ അതാണ്. നിക്കരിക്കാത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു. എന്നാ നിക്കരിച്ചാത്തവനാണ് വിചാരിച്ചത് കാരണോത്സ്ഥാനത്ത് നിന്ന് മുത്തവല്ലി സ്ഥാനത്ത് നിന്ന് ഓനെ മാറ്റിയോ? ഇല്ല. ആ മുത്തവല്ലിന്റെ ദുഷ്ട കൈകൊണ്ട് കിട്ടണം ഈ പാവപ്പെട്ട മനുഷ്യൻ 30 ദിവസം തറാവീഹ് ജമാഅത്തായിട്ട് റബ്ബിന്റെ മെഹ്റാബിൽ വെച്ച് നെറ്റിത്തടം സുജൂദിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ നിസ്കരിപ്പിച്ച് ഇമാമത്ത് നിന്ന് കൊടുത്തതിന്റെ കിട്ടുന്ന വേതനം ഈ നിക്കരിക്കാത്ത കയ്യുള്ള മുത്തവല്ലിന്റെ കൈകൊണ്ടായിരിക്കണം. ഇതൊരു കാലഘട്ടത്തിൽ ഇവിടെ കഴിഞ്ഞുപോയതാണ്. അത് അനുഭവിച്ച മൂലേരും ആ നാട്ടുകാരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ശമ്പളം വാങ്ങിയ മൂലേരും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഒരു കാലം ജുമാക്ക് 40 ആൾ എണ്ണിയിരുന്നൊരു കാലഘട്ടം നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റൂല അതെല്ലാം കൂടി ഒന്നും. ആ സ്ഥാനത്ത് ഇന്ന് ജുമാക്ക് പോകാതിരിക്കുക, നിക്കരിക്കാതിരിക്കുക എന്നുള്ളത് എന്ത് ഒരു മാനക്കേടാണ്. നിസ്കാരം വർദ്ധിച്ചില്ലേ, നിക്കരിക്കാത്തൽ കുറഞ്ഞില്ലേ? അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ അള്ളാഹു സ്വലാത്ത നിസ്കാരത്തെ ഇളായത്ത് ചെയ്യണ മനുഷ്യന്മാര് വരൽ ഖിയാമത്ത് നാളിന്റെ അലാമത്താന്ന് പറഞ്ഞാൽ അത് പുലർന്നിട്ടില്ല, ഇനിയും വരട്ടെ നിങ്ങൾ കാത്തുക്കാണോ? അല്ല, നിസ്കരിക്കും, പക്ഷേ അതിന്റെ ഷർത്തുകൾ പാലിക്കൂല, അതിനാവശ്യമായ ചേരുവകൾ അതിൽ ചേർന്നിട്ടുണ്ടാവൂല. അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നിക്കരിക്കും. മസാലൊക്കെ ഓലേന്നാണ്ട് ഉണ്ടാക്കും, ബിദ്അത്തുകാരെ പോലെ. ഇതിന് ഏറ്റവും സൂട്ടബിൾ ഈ ഹദീത്തിൽ പറഞ്ഞ, ഞാനിങ്ങനെ വെറുതെ എണ്ണി നോക്കിയപ്പോ 5-6 കാര്യങ്ങൾ തനി ബിദ്അത്തുകാരെ പറ്റി അള്ളാഹു റസൂൽ ഇതിൽ അവതരിപ്പിച്ചത്. ശരിക്കും അത് ബിദ്അത്തുകാരിൽ കാണാൻ കഴിയും. അതാ അടുത്ത വാക്ക്, വൽ മൈലു മഅൽ ഹവാ. വൽ മൈലു ഇളാഅത്തു സ്വലാ, നിസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ നിക്കരിക്കും, നിസ്കാരത്തിന്റെ നിബന്ധന പാലിച്ചായിരിക്കൂല, ഒരു തരം കാട്ടിക്കൂട്ടലായിരിക്കും അവരെ നിസ്കാരം എന്നവരും പെട്ടു, തീരേരും പെട്ടു. ഉൽ മൈലു മഅൽ ഹവാ, തടീച്ചക്കനുസരിച്ച് ഹവക്കനുസരിച്ച് ചാഞ്ഞു കൊടുക്കാം, അതിനനുസരിച്ച് നിന്നു കൊടുക്കാം. എന്താണോ തടി ഹവ പറയുന്നത്, അവന്റെ നഫ്സ് എന്തിനെ പ്രേരിപ്പിക്കുന്നുവോ, അഹ്ലുൽ അഹ്വാ എന്ന ബിദ്അത്തുകാർക്ക് മഹാന്മാരുടെ പ്രയോഗം അഹ്ലുൽ അഹ്വാ, തടിഹവന്റെ ആളുകൾ. അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, ഹദീത്തിൽ എന്ത് വിവരിക്കപ്പെട്ടു എന്നതൊന്നും ഇവിടെ പ്രശ്നമല്ല. എന്നിട്ടോ അവരവരുടേതായ ഇച്ഛക്കനുസരിച്ച് അവരുടെ ദീനിനെ അവർ ഉപയോഗപ്പെടുത്തും. അതിനനുസരിച്ച് ആയത്തൊക്കെ ഹദീത്തൊക്കെ അവർ വളച്ചൊടിക്കും. നിസ്കാരം വേണ്ട എന്ന് പറയുന്നവർക്കും ഖുർആൻ, നിസ്കാരം 3 വഖത്താണെന്ന് പറയുന്നവർക്കും ഖുർആൻ, തീരെ നിക്കരിക്കണ്ടെന്ന് പറഞ്ഞവരാരാ? സാധാരണ ഈ അങ്ങാടി കൂടി നടക്കുന്ന ലോക്കൽ മനുഷ്യനല്ലേ ഈ പറയണത്. വലിയ ഒരു തരീഖത്തിന്റെ മുറബ്ബിയായ ശൈഖാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളെ മുഴുവൻ സംസ്കരിച്ച് സമുദ്ധരിച്ചിട്ട് സ്വർഗത്തിന്റെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോയി കൈപിടിച്ച് ആനയിക്കാനുള്ള തെർബിയത്തിന്റെ ശൈഖാണ് ഞാൻ എന്ന് വാദിക്കുമ്പോഴാ പറയുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിസ്കരിക്കണ്ട, യഖീൻ കിട്ടുവോളം നിസ്കരിച്ചാൽ മതി. അല്ലാഹു ഉണ്ടെന്ന് യഖീൻ കൽബിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കാനും ഈ ആയത്ത് തന്നെ അവർ ഓതുന്നത്. നിസ്കരിക്കണം എന്നതിന് തെളിവായിട്ടും ഈ ആയത്ത് അവതരിപ്പിക്കാൻ കഴിയും. അവനാൻ ഉദ്ദേശിച്ച റൂട്ട് എന്താണോ ആ റൂട്ടക്കനുസരിച്ചിട്ട് ഇതിനൊക്കെ അങ്ങനെ വളച്ചൊടിക്കുക. ഇതിനാണ് അഹ്ലുൽ ഹവ. ബിദ്അത്തുകാർക്ക് അയിമ്മത്ത് പറയുന്ന പേരാണ് അഹ്ലുൽ ഹവ. ഇവിടെ ഇപ്പോ നിങ്ങൾ നോക്ക്, നമ്മളൊരു മൗലൂദ് ഓതിയാൽ ആ മൗലൂദ് ഓതിയത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ചരിത്രത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ബിദ്അത്തുകാരന്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ അറബി അല്ലാത്തൊരു ഭാഷയിൽ നിർവഹിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് നിർവഹിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇന്ത്യയിൽ ഇസ്ലാം വന്നിട്ടുണ്ട് എന്നും അതല്ല സ്വഹാബത്തിന്റെ കാലത്ത് വന്നു എന്ന് ഉറപ്പാണെന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നതും ഇവിടെ രേഖപ്പെട്ട സത്യമല്ലേ? സ്വഹാബത്തിന്റെ കാലത്ത് ഇന്ത്യയിൽ ഇസ്ലാം വന്നിട്ട് എവിടെയെങ്കിലും ഖുതുബ അറബി അല്ലാത്തൊരു ഭാഷയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ വരുന്നത് വരെ ലോകത്ത് എവിടെയെങ്കിലും അറബി അല്ലാത്തൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഇല്ല. ഈ ചോദ്യം നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കി. ഈ മൗലൂദ് ഓതിയിട്ടുണ്ടാന്ന് ചോദിക്കുന്ന അവരോട് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു നോക്കി, അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ലോകത്ത് ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുതുബ ഓതുക എന്ന് പറഞ്ഞാൽ തന്നെ അവർ പരിഹസിക്കും. ഖുതുബ ഓതുക എന്ന് പറഞ്ഞാൽ തന്നെ മുൻജിദ്കാരൻ ഖതബക്ക് കൊടുത്ത അർത്ഥം തന്നെ ഖറഅൽ ഖുതുബത അലൽ ഹാദിരീനാ, ഓതുക, ബഹുമാനമാക്കപ്പെട്ടതിനൊക്കെ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഓതുക എന്നുള്ളത്. അപ്പൊ ഇതൊരു ബഹുമാനമാക്കപ്പെട്ട, ആ ബഹുമാനം വരെ ഒരു പറഞ്ഞാൽ കളിയോ ഖുതുബ ഓത്, ഖുതുബത്തെ ഓതല് എന്ന് പറഞ്ഞ് പരിഹസിക്കും അവര്. അത് ഖുതുബ, അത് പ്രസംഗമാണ്,
അത് ജനങ്ങൾക്ക് തിരിച്ചു വളച്ചൊടിക്കല്ലാതെ എന്തെങ്കിലും ഒരു പ്രമാണത്തിന്റെ തെളിവ് അതിനുണ്ടോ? എന്റെ ഈ പ്രമാണം ചോദിച്ചവർക്ക് ഇവിടെ പ്രമാണം ഇല്ലാതെ പോയത്? ഒറ്റ പ്രമാണം അവിടെ കൊണ്ടുവരാൻ കഴിയും? ഇവിടെ തസ്ബീത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്വലു തസ്ബീത്ത് ചോദിക്കൂന്നേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളൂ, അതിനെ പദം പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാ പിന്നെ നിങ്ങൾ അള്ളാഹിന്റെ സ്വല്ലു അലൻ നബി, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലൂ എന്നാ ഖുർആനിലുള്ളത്, അതിലൊരു പദം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ തസ്ബീത്തിന് നിങ്ങളൊരു പദം ഉണ്ടാക്കിയ പോലെ സ്വലാത്തിന് എന്തേ പദം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ സ്വലാത്തൊക്കെ ശിർക്ക്. നാരിയത്ത് സ്വലാത്ത് നരകത്തുക്കുള്ള സ്വലാത്ത്. നാരിയത്ത് സ്വലാത്തിന് അർത്ഥം വെക്കൽ നരകത്തുക്കുള്ള സ്വലാത്ത് എന്നാ. പനിയുടെ ഗുളിക എന്നൊരു ഒരു കവറിന്റെ പുറത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ ഗുളിക എഴുതിയപ്പോ വയറുവേദനക്കുള്ള ഗുളികയും വാങ്ങിയിട്ടുണ്ട്, തലവേദനക്കുള്ള ഗുളികയും വാങ്ങിയിട്ട് പനിക്കുള്ള ഗുളികയും വാങ്ങിയിട്ടുണ്ട്. ഒരു കവറിന്റെ പുറത്തിറങ്ങി പനിയുടെ ഗുളിക, വേറൊരു ഗുളികന്റെ പുറത്തേക്ക് വയറുവേദനന്റെ ഗുളിക. അതിനർത്ഥം എന്താ? പനി ഉണ്ടാവാനുള്ള ഗുളിക എന്നാ. പനിയുടെ ഗുളിക പറഞ്ഞാൽ പനി ഉണ്ടാവാനുള്ള ഗുളിക എന്നാ. വയറുവേദനന്റെ ഗുളിക എന്ന് പറഞ്ഞാൽ വയറുവേദന ഉണ്ടാകാനുള്ള ഗുളികാണെന്നോ അല്ല, വയറുവേദന ശമിക്കാനുള്ള ഗുളിക എന്നാ. പനി ഇല്ലാതിരിക്കാനുള്ള ഗുളിക. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വലാത്ത്. ഇതിനർത്ഥം വെക്കണത് എന്താ? ഇവിടെ ഉൽക്ക് അതിനാവശ്യമില്ല. തസ്ബീത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തോ? അപ്പൊ ഇതാണ് സ്വന്തം ഹവ. ഇതുകൊണ്ടാണ് അയിമ്മത്ത് അവരെ പറ്റി എന്താ പറയാ? അഹ്ലുൽ ഹവാ, ഹവന്റെ അഹ്ലുകാർ. തടീച്ചക്കനുസരിച്ച് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഖുർആനും ആയത്തുകളും ഇസ്ലാമിനെയും വ്യാഖ്യാനിച്ച് നടക്കുന്നവർ വരും. വതഅലീമു റബ്ബിൽ മാൽ, വതഅലീമു റബ്ബിൽ മാൽ. സുബ്ഹാനല്ലാഹ്, പറയാൻ പറ്റുമോ? സമ്പത്തിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുക. സമ്പത്ത് ഒരു മനുഷ്യനിക്ക് ബഹുമാനം കൽപ്പിക്കുന്നത് എന്തിനു വേണ്ടി? അയാളിലുള്ള പണം കണ്ടിട്ട് അയാളെ ബഹുമാനിക്കുക. പണത്തെയോ പണക്കാരെയോ തീരെ ആവശ്യമില്ല എന്നല്ല, ദീനിന് ഉപകരിക്കുന്ന പണം വേണം, പണക്കാരും വേണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചരിത്രവുമുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ അയാളെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിന്? അയാളിലുള്ള പണത്തിന് വേണ്ടി മാത്രം. പണക്കാരനാണോ അയാൾ വന്നാൽ എഴുന്നേറ്റിക്കാൻ ആളുണ്ട്. പണവുമില്ലാത്ത ഒരു സാധു ഫക്കീറായ ആലിമ് വിടണ്ടോ? ബഹുമാനിക്കാൻ ആളില്ല. അയാൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ആളില്ല. കാരണം അയാൾ കീറിപ്പാറിയ ഷർട്ടും മുണ്ടും ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അയാൾ ഈങ്ങി മുഷിഞ്ഞ വസ്ത്രമാണ് ധരിക്കണത്. പക്ഷേ മറ്റേ ആള് നല്ല ഷർട്ടും മുണ്ടൊക്കെ ധരിച്ചു വരുന്ന ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു പണക്കാരനാണ്. പണക്കാർക്ക് നാട്ടിൽ സീറ്റ് ഉണ്ടാവുക, അവർക്ക് അംഗത്വം ഉണ്ടാവുക. ഇപ്പോ ഇവിടുത്തെ വിദ്യാർത്ഥികാരന്റെ അഖിലേന്ത്യ ആൾ ഇന്ത്യ സെക്രട്ടറി പ്രസിഡന്റുമാരെ പരിശോധിച്ച് നോക്കിയാൽ കിതാബ് ഓതി പഠിച്ചിട്ടോ ശറയ്യായ വല്ല ഇൽമും പഠിച്ചിട്ടാണോ ആ എറണാകുളത്തുകാരൻ കൊച്ചിക്കാരനൊക്കെ അതിന്റെ പ്രസിഡന്റും നേതാക്കന്മാരുമായത്? അല്ല, കയ്യിലുള്ള പണത്തിന് വേണ്ടി മാത്രമാണ്. പണം മാത്രം നോക്കിയിട്ടാണ് അവരൊക്കെ ആ ഔദ്യോഗിക ആ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി സ്ഥാനങ്ങളിൽ എത്തിച്ചത്. ഇൽമ് നോക്കിയിട്ടല്ല. ഇൽമ് യാതൊരു ഇൽമില്ല. ഒരു ഖുർആനിന്റെ ആയത്ത് പോലും തജ്വീദ് അനുസരിച്ച് തെറ്റുകൂടാനായിട്ട് എനിക്ക് ഓതാൻ അറിയില്ല. ഫാത്തിഹ പോലും ഓതാറുണ്ട്. എറണാകുളം പട്ടണത്തിൽ ജോലി ചെയ്യുന്നവനാ ഞാൻ. എനിക്കറിയാം അതിന്റെ കഥ ശരിക്ക്. എന്തേ വയകൂനു ഹാദാ യാ റസൂലുള്ളാഹ്, ഇതൊക്കെ ഉണ്ടാവുക നബിയെ? സൽമാൻ റളിയല്ലാഹു ഇത് അത്ഭുതം. എന്ത്? പണത്തിന് വേണ്ടി ഒരാളെ ബഹുമാനിക്കുക, പണക്കാരെ ബഹുമാനിക്കുക, സ്വയിഷ്ടമനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കുക, നിസ്കാരം ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു അത്ഭുതം തോന്നിയിട്ട് സൽമാൻ ചോദിച്ചു, വയകൂനു ഹാദാ യാ റസൂലല്ലാഹ്, ഇതൊക്കെ ഉണ്ടാവുമോ നബിയേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതേ ഉണ്ടാകുമെന്ന് മാത്രമല്ല, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രിക്കുന്ന സംരക്ഷകനായ റബ്ബിനെ തന്നെ സത്യം. ഫഇൻദ ദാലിക യാ സൽമാൻ, ആ സന്ദർഭത്തിൽ സൽമാനെ മനസ്സിലാക്കിക്കോ, തകൂനു സകാത്തു മഗ്റമാ വൽ ഫൈഉ മഗ്നമാ. തകൂനു സകാത്തു, സകാത്താകും, മഗ്റമാ, അത് കടമായി കിടക്കും. സകാത്ത് ഹക്ക് പോലെ കൊടുത്തു വീട്ടുകയില്ല. ഒരുപാട് വ്യാഖ്യാനിക്കാൻ പറ്റിയ പദമാണ് മഗ്റമ എന്ന പദം. നമ്മളെ ദൃഷ്ടിയിൽ സകാത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കൊടുത്തു എന്നാ ധരിക്കണത്. അള്ളാന്റെ കണക്കിൽ അത് കടമായി കിടക്കുകയാണ്. സകാത്ത് കൊടുക്കൂല എന്നല്ലല്ലോ റസൂൽ പറഞ്ഞത്, കടമായി കിടക്കും എന്നല്ലേ അള്ളാന്റെ റസൂൽ പറഞ്ഞത്.
ഈ പറഞ്ഞ അർത്ഥത്തെ പദത്തെ വ്യാഖ്യാനിച്ചാൽ തന്നെ പല രൂപത്തിലേക്ക് ആ പദങ്ങളുടെ വ്യാഖ്യാനം എത്തുന്നുണ്ട്. കൊടുക്കാത്തവരും പെടും, കൊടുത്തിട്ട് അത് ഹക്ക് പോലെ കൊടുക്കാത്ത രൂപത്തിൽ പെടുന്ന ആളുകളും പെടും. ഉദാഹരണത്തിന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഫിത്ർ സക്കാത്തിന്റെ കാലം വന്നു, റമദാൻ മാസം വന്നു, റമദാനിൽ മാത്രമേ സക്കാത്തുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവടം എന്നാ തുടങ്ങിയത്, അത് മുതൽക്കൊരു കൊല്ലം കഴിയുമ്പോഴല്ലേ. കൃഷിന്റെ സക്കാത്ത് അതിനനുസരിച്ച് തന്നെയല്ലേ. കന്നുകാലികളെ സക്കാത്ത്, ഇതിനൊക്കെ ഓരോ സന്ദർഭവും സമയവും ഷറായി വെച്ചിട്ടില്ലേ. ഒരു ജ്വല്ലറി തുടങ്ങി, എന്നാ ജ്വല്ലറി തുടങ്ങിയത് ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ മുഹറം 1-ാം തീയതി, ഇസ്ലാമിക കണക്കനുസരിച്ച് അറബി മാസാ കൂട്ടുക. മുഹറം 1-ാം തീയതി കച്ചവടം തുടങ്ങിയ മുഹറം 1-ാം തീയതി അല്ലേ ഇതിന്റെ കണക്ക് പൂർത്തിയാകുക, ഒരു കൊല്ലം പൂർത്തിയാകുക. അപ്പോഴല്ലേ അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി റമളാൻ മാസത്തേക്ക് കൂടുതൽ പുണ്യം കിട്ടാൻ വേണ്ടി നീട്ടി വെച്ചൂടായികയൊന്നുമില്ല. വല്ല അപകടം പറ്റിയാൽ അതിന് ആകെ കുടുങ്ങും ചെയ്യും. അത് ആ മുഹറം 1 തന്നെയാണ് കൊടുത്തു തീർക്കുക ഏറ്റവും നല്ലത്. ഇപ്പൊ ദുൽഖഅദിലൊക്കെയാണ്, അല്ല ശഅബാൻ മാസത്തിലാണ് കച്ചവടം തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് ശഅബാനിൽ റമളാനിക്ക് വെച്ചിട്ട് കുഴപ്പമില്ല. അതേസമയത്ത് മുഹറം മുതൽക്ക് എത്ര മാസം കാത്തിരിക്കണം ഈ സക്കാത്തിന്റെ നിർബന്ധം മുതലുമായിട്ട്? അത് അതിന്റെ ഹക്കുകാർക്ക് കൊടുക്കല്ലേ നല്ലത്. റമളാൻ മാസം വരുമ്പോ പത്രത്തിനൊക്കെ നിങ്ങളുടെ സക്കാത്തുകളെല്ലാം ഞങ്ങളുടെ ഫണ്ടിലേക്ക് അയച്ചു തരാൻ, എന്നിട്ട് സക്കാത്തിന്റെ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പലിശന്റെ കണക്ക് വരെ ഇവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചിക്കുക. സക്കാത്തിന്റെ പണം ബാങ്കിലിട്ടിട്ട് ബാങ്കിലിട്ട സക്കാത്തിന്റെ പണത്തിന് പലിശ കിട്ടിയത്, ബാങ്കുകാർ കൊടുത്ത പലിശ, ആ ഡെപ്പോസിറ്റ് ചെയ്ത ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ പലിശ, ഒരു വലിയ തുക അതിൽ എഴുതി ചേർത്തിരിക്കുക. പലിശ വകയിൽ ഇത്ര വരുമാനം. ഇതാരാ ഇവിടെ ചെയ്യുന്നത്? ഫിത്ർ സക്കാത്ത് നാട്ടിൽ നടന്നിട്ട് കമ്മിറ്റി പിരിച്ചെടുക്കുക. ശറയിൽ ഫിത്ർ സക്കാത്ത് കമ്മിറ്റി പിരിക്കാൻ പാടില്ല. സക്കാത്ത് പിരിച്ചെടുക്കാൻ ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന ആമിലീങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ മുതലിന്റെ സക്കാത്തിന് മാത്രമേ ഉള്ളൂ. അത് ഫിത്ർ സക്കാത്തിന് ബാധകവുമല്ല. എന്നിട്ട് ഫിത്ർ സക്കാത്ത് നാട്ടിൽ പോയി നടന്നിട്ട് കമ്മിറ്റി പിരിച്ചെടുത്തുണ്ടാക്കിയാണ്ട് നമ്മൾ അവരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ വിചാരപ്പോ ഫിത്ർ സക്കാത്ത് കൊടുത്തു, അള്ളാന്റെ ഡെപ്പോസിറ്റ് കടമായി കിടക്കാണ്, കൊടുത്തിട്ടില്ല. ആ കടം പേടിയിട്ടുമില്ല. പല അർത്ഥത്തിലും ഈ വിഷയം വരുന്നുണ്ട്. ജനങ്ങൾക്ക് സക്കാത്തല്ല ആവശ്യം. ഇവിടെ ഇപ്പോ മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമി കച്ചവടങ്ങൾ നടത്തുന്നവർ 5 റുപ്യ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്തൊരു വണ്ടി വന്നിക്കൂലേ? 5 രൂപ കയ്യിലില്ലെങ്കിലും ഏക്കർ കണക്കിന് ഭൂമി നമുക്ക് കിട്ടൂലേ? അതിനൊരു ടോക്കൺ കൊടുത്താൽ പോരെ? എന്നിട്ടൊരു കരാറും പറഞ്ഞ് ഒരു എഗ്രിമെന്റ് എഴുതി അവിടെ ഒപ്പിട്ടച്ചാൽ ഈ 1 ഏക്കർ 5 ഏക്കർ ഭൂമി 5 സെന്റ് 10 സെന്റായിട്ട് വെട്ടി വിറ്റ് കാശ് കിട്ടുമ്പോൾ കൊണ്ടുപോയി കൊടുത്താൽ പോരെ? ലാഭം എടുക്കും ചെയ്യാലോ. എന്താണിപ്പോ ഇതൊക്കെ കച്ചവടങ്ങൾ? എന്താണിപ്പോ നാട്ടിൽ നടക്കുന്നത്? അങ്ങനെ പൈസ ഉണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്ക് വലിയ താല്പര്യം. അതിനുവേണ്ടി എന്ത് അധ്വാനത്തിന് തയ്യാറാ? ഈ ഉണ്ടാക്കി വെച്ച പണത്തിന്റെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിന് സൗകര്യമില്ല, കൊടുക്കൂല. അതങ്ങനെ ബാലൻസായി കിടക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഈ കാലഘട്ടത്തേക്ക് വളരെ സൂട്ടബിളാണ് ഈ പറയപ്പെട്ട വാക്ക്. വൽ ഫൈഉ മഗ്നമാ, പൊതുസ്വത്തുക്കൾ, സ്വന്തം അവനവൻ ഉണ്ടാക്കിയ പൊതുഖജനാവിന്റെ ഫണ്ടൊക്കെ അല്ലേ? ആ പൊതുഖജനാവിന്റെ ഫണ്ട് അതാ പള്ളി കമ്മിറ്റിന്റെ പണാവാം, പള്ളി കമ്മിറ്റിന്റെ ഖജാൻജി, മദ്രസ കമ്മിറ്റിന്റെ ഖജാൻജി, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ ഭരണത്തിന്റെയും ഭരണകൂടങ്ങളുടെയും എല്ലാവർക്കും ബാധിക്കും. പൊതു ഫണ്ടുകൾ അവൻ സ്വന്തം ഉണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് പോലെ ഉത്തരവാദിത്തമില്ലാതെ സ്വയഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാം. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ, ഇന്നത്തെ കാലത്ത് അതന്നെയല്ലേ നടക്കുന്നത്? അഴിമതിയും കൈക്കൂലികളും ഭരണകൂടത്തിന്റെ ഫണ്ടെടുത്തിട്ടും. ഒരാളിപ്പോ പള്ളി കമ്മിറ്റിന്റെ തെക്കൻ കേരളത്തിൽ ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയാൻ പേടിയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, എന്റെ പൊന്നുമോനതൊന്ന് CD-യിൽ വരരുത് കേട്ടോ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം റുപ്യാണ് അയാൾ തലേന്ന് രാത്രി ചെലവാക്കുക. 1.5 ലക്ഷം റുപ്യ. എന്തിന്? നാളെ എന്നെ പ്രസിഡന്റ് ആക്കണം കേട്ടാ. ഖജാൻജി സ്ഥാനത്തേക്ക് ഒരാളെ കയറാൻ വേണ്ടിയിട്ട് അയാൾ 2 ലക്ഷം റുപ്യ ചെലവാക്കുക. ഇന്ന ഖജാൻജി ആയിട്ട് അഭിപ്രായം പറയണട്ടാ. എന്നിട്ട് ആ ഫണ്ട് ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും? അടിച്ച് തൂഫാനാക്കും. എന്നിട്ട് ഇറങ്ങിപ്പോണ സമയത്താണ്ട് കരയും. 15 ലക്ഷം 20 ലക്ഷം 50 ലക്ഷമൊക്കെ കാണാതായിട്ടുണ്ടാവും. അപ്പൊ ബനാണ്ട് കരയും, ജനറൽ ബോഡി ചെന്നിട്ടാണ് കരയും. അപ്പൊ കമ്മിറ്റിയോട് പറയും, എന്നാ ശരി 25 ലക്ഷം വിട്ടു, ബാക്കി 25 ലക്ഷം അടച്ചാൽ മതിയാറ്. 6 മാസം കഴിഞ്ഞിട്ട് ജനറൽ ബോഡി വീണ്ടും ഉണ്ടാവും. അന്ന് പോൻ അതിലേറെ വലിയ കരച്ചിലാണ് കരയുമ്പോ എന്താവും? ശരി, അതവിടെ എഴുതി തള്ളാൻ തീരുമാനിച്ചു. പള്ളിന്റെ പൈസ
സുബ്ഹാനല്ലാഹ്, ഞാൻ അനുഭവിച്ചതാണ്. എന്റെ കണ്ണുകൊണ്ട് ജീവിച്ചനുഭവിച്ച് കണ്ടുവരികയാണ്. കേട്ടീമ് കേട്ട് പറയല്ല, കണ്ട് അനുഭവിച്ചു എന്നിട്ട് പറയണം. നമ്മളതവിടെ പറഞ്ഞാൽ നമ്മളെ പറ്റൂല, ഇഷ്ടപ്പെടാതാവും, അതിന് കൂട്ടിക്കാൻ പറ്റൂല നമുക്ക്. നിങ്ങൾ നോക്കണം, അള്ളാന്റെ റസൂൽ പറയുന്നത് പള്ളിക്കമ്മറ്റിന്റെ പൈസ കൊണ്ടാണ്, പള്ളിപ്പണം കൊണ്ട്. നമുക്ക് സെക്രട്ടറി പ്രസിഡന്റ് ആകാൻ വലിയ താല്പര്യമാണല്ലോ. സംഘടനയിലേക്ക് ഞാൻ കടന്നു വന്ന ആദ്യ കാലഘട്ടത്തിൽ സെക്രട്ടറിയാക്കിയിട്ട് കരഞ്ഞ അനുഭവമുണ്ട്. സംഘടനയിൽ സെക്രട്ടറി സ്ഥാനത്ത് നിയമിച്ചതിന്റെ പേരിൽ കരഞ്ഞ അനുഭവം. എത്രയോ പ്രവർത്തകർക്കുന്ന അനുഭവം പറയാൻ കഴിയും, അന്നത്തെ കാലഘട്ടത്തിലെ അനുഭവം. ഇന്നോ ഓനെ സെക്രട്ടറി ആക്കുമെന്ന് വിചാരിച്ച ആ കൗൺസിലിന് പോയത് വേറെ ആള് സെക്രട്ടറി പോയി, പിറ്റേന്ന് ഗ്രൂപ്പ് മാറി മറ്റോടത്ത് കൈയാടി. എന്റെ സെക്രട്ടറി ആക്കേറ്റ് എന്തിനാണ് ഈ ആക്കണത്? ഇഷ്ടം പോലെ പണമുണ്ട്, പണം ഓൻ വിചാരിച്ച മാതിരി കൈകാര്യം ചെയ്യാം. സംഘടനന്റെ പൈസ എടുത്തിട്ട് ഇപ്പോ ഏതോ ഒരു യത്തീഖാനക്ക്, അന്ന് പേര് പറഞ്ഞത് ശരിയല്ല വിചാരിച്ചിട്ട്, ഒരു യത്തീഖാനന്റെ പണമാണ് ഒരു ചങ്ങാതി വലിയൊരു പ്രസ് തുടങ്ങി. യത്തീഖാനക്ക് ആവശ്യം വരുമ്പോ പൈസ ഇങ്ങനെ എടുത്തു കൊടുക്കും. യത്തീഖാനന്റെ കടം പീടി പ്രസ്സോ ഓനെ സ്വന്തമായും ചെയ്ത്. ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞതല്ലേ? അള്ളാന്റെ റസൂൽ പല പൊതു ഫണ്ട് എടുത്തിട്ട് സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി കൈകാര്യം ചെയ്ത് ഉപയോഗിക്കുന്ന കാലഘട്ടം. എത്ര തെളിവ് പറയും, എത്ര തെളിവ്! ഇതാരോടെ പറയണത്? അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് പറയുമ്പോ ആ സ്വഹാബത്തിനൊക്കെ സൽമാൻ നിങ്ങൾ ചോദിക്കാട്, യക്കൂന് ദാലിക യാ റസൂലുള്ളാഹ്, ഇത് ഉണ്ടാകുന്ന കാര്യം തന്നെയാണോ? നുബുവത്തിന്റെ ലിസാന് കൊണ്ട് പറഞ്ഞിട്ട് സ്വഹാബത്ത് ഇങ്ങനെ ചോദിക്കത് ഉണ്ടാവോ നബിയെ എന്ന് ചോദിച്ചാൽ അള്ളാന്റെ റസൂലാണ് ഈ പറയണത്. ആ പറയണത് ഉണ്ടാകും എന്ന് വിശ്വസിച്ച് സ്വഹാബത്ത് ചോദിക്കുക, യക്കൂന് ദാലിക അത് ഉണ്ടാവുമോ? ഒരു കാര്യത്തിന് സാക്ഷി പറയാൻ രണ്ടാൾ വേണമല്ലോ. ഒരു വിഷയത്തിന് സാക്ഷി, ചില വിഷയങ്ങൾക്ക് സാക്ഷി ആര് വേണം? നാലാൾ വേണം. ചിലതിന് രണ്ടാള്. വ്യഭിചരിച്ചു എന്നതിന്റെ സാക്ഷി രണ്ടാള് അല്ല നാലാള് വേണം. ഒരാള് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരു ഖാദിന്റെ അടുക്കൽ ചെന്നിട്ട് ഇയാള് വ്യഭിചരിച്ചു, നീ കണ്ടോ? ഞങ്ങൾ നാലാളും കണ്ടു. എങ്ങനെ കണ്ടു? ഇവര് രണ്ടാളും ഒരു റൂമിലാണ്. വാതില് തുറന്നപ്പോ ഒരു നൂല് മേത്തില്ലാതെ രണ്ടുപേരും അതായി ഇറങ്ങി വരുന്നു. അതുകൊണ്ട് വ്യഭിചരിച്ചു എന്നർത്ഥം? അതിന് വ്യഭിചരിച്ചു എന്നാ പറയാ? അല്ല. പിന്നെ എന്താ വ്യഭിചാരം എന്ന് പറഞ്ഞ പണി? സദസ്സിൽ ഇപ്പൊ പറയാൻ പറ്റിയൊരു ഇതല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞും ചെയ്തില്ലേ? ആ പ്രവേശിപ്പിക്കണ പുരുഷന്റെ അവയവം സ്ത്രീയുടെ അവയവത്തിനുള്ളിൽ പ്രവേശിപ്പിക്കണ രംഗം നാലാള് കാണണം. അപ്പഴയ ഖാദിന്റെ മുമ്പിൽ അതാ വ്യഭിചാരം. അതുകൊണ്ട് നാലാള് കാണണമാതിരി വ്യഭിചരിച്ചോനെ പിന്നെ എറിഞ്ഞു കൊല്ലണ്ടേ. ഈ നാലാള് കാണുമ്പോൾ ഇക്കോലത്തിൽ ഇപ്പണെടുത്തോലെ അപ്പൊ അവിടെ നാലാള് വേണം. നാലാള് കാണും വിധം ഈ ചെയ്തോനെ പിന്നെ ദുന്യാവിൽ വെച്ചേക്കരുത്. അവിടെ സാക്ഷിക്ക് എത്ര ആള് വേണം? നാലാള് വേണം. ചില സംഗതിക്ക് രണ്ടാള് മതി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ സാക്ഷി നിൽക്കേണ്ട ഒരു സ്ഥലത്ത് എന്റെ ഹുസൈമത്ത് ഒരൊറ്റ ആള് സാക്ഷി നിന്നാ മതിയോ? സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ ഒട്ടകം തിരിച്ചു വേണമെന്നാണ്. എന്തിനൊട്ടകം തിരിച്ചു തരുന്നേ? കാശ് എന്ന് വാങ്ങിയതല്ലേ? കാശ് തന്നിട്ട് ചാറും. എടാ, ഞാൻ കാശ് തന്നു വാങ്ങിയതാണ്. മുഹമ്മദ് ഈ കാശ് തന്നിട്ട് ചേരിക്ക് എന്റെ ഒട്ടകം തിരിച്ചിട്ടണമെന്ന് പറഞ്ഞു. അള്ളാഹു റസൂലാകെ വിഷമിച്ചില്ലേ? സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് തങ്ങളോട് പറഞ്ഞത്, കാശ് തരാതെ എന്റെ ഒട്ടകം കൊണ്ടുപോയിക്കേ, എനിക്കെന്റെ ഒട്ടകം തിരിച്ചിട്ടണം. ആ വിടൂലാറോ? അള്ളാഹു റസൂൽ പറഞ്ഞോടാ, ഞാൻ കാശ് തന്നിട്ടുണ്ട് പറഞ്ഞു. നീ കാശ് തന്നിട്ട് അല്ലേ എന്നൊന്നും ഓര് നോക്കൂല. ഓൽക്ക് അപ്പൊ അവിടെ ആ സംഗതി ഞങ്ങൾക്ക് ബുഖാരിന്റെ സനദ് ഇങ്ങനെ വായിച്ചിട്ടേ, ബുഖാരി ബുഖാരി ഇങ്ങനെ ഓതിത്തരാൻ അൻ ഇബ്നു അബ്ബാസ് അൻ ഇബ്നു മസ്ഊദ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ പെട്ടെന്ന് ഒരാൾ പിന്നെ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, ഈ പറഞ്ഞവരൊക്കെ ഇപ്പൊ സഹാബികളാണോ എന്ന് ചോദിച്ചു. ആരോടാ ചോദിക്കണേ? മൂല്യന്മാർക്ക് ഇപ്പൊ ചോദിച്ച സഭാത്തിന്റെ അതിന് മനസ്സിലാവുള്ളൂ. ഒരാള് പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നീട് നീരുന്നില്ല ചോദിച്ചു, ഈ പറഞ്ഞവരൊക്കെ സഹാബികളാണോ എന്ന് ചോദിച്ചു.
ബുഖാരി ഇമാമിന്റെ ഉസ്താദന്മാരെ പരമ്പര ഇങ്ങനെ പോയിട്ട് എനിക്കെന്റെ ഉസ്താദ് പറഞ്ഞെന്നു, അവർക്ക് അവരുടെ ഉസ്താദ് പറഞ്ഞെന്നു, അവർക്ക് അവരുടെ ഉസ്താദ് പറഞ്ഞെന്നു അങ്ങനെ പോവാണ്. പോയിട്ട് സഹാബത്ത് വരെ എത്തും ആ പരമ്പര. മുത്തവ്വല് എന്നിട്ട് കേട്ടപാട് മൂപ്പരേനാണ് ചിരിച്ചുപോയി. അതങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, മഹാസാധുക്കൾ, നല്ല പാവം കുട്ടിയാണ്, നല്ല മനുഷ്യനാണ്, കുറ്റം പറയേണ്ട ആളല്ല. പക്ഷെ അങ്ങനെ ചില സമയത്ത് എന്ത് ചെയ്യും, ഓരെ പോയത്താണ് ചോദിക്കും. എന്ന മാതിരി ഹുസൈമത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഈ ജൂതനോട്, എടാ അള്ളാന്റെ റസൂല് ഈ ഒട്ടകത്തിന് നിനക്ക് പൈസ തന്നിട്ടില്ലേ? തന്നു എന്ന് റസൂൽ പറയുന്നു. തന്നിട്ടില്ല നീ പറയുന്നു തെളിവ് വേണം. ഞാനാ സാക്ഷി, ഞാനതിന് സാക്ഷിയാണ്. ഉടനെ സഹാബത്ത് പ്രതീക്ഷിച്ച ചോദ്യം റസൂലുള്ള ഹുസൈമത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഹുസൈമ, ഞാനും ഇവനും കച്ചവടം നടത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സദസ്സിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പൈസ കൊടുത്തു, ഞങ്ങൾ രണ്ടുപേരും കൈകാര്യം ചെയ്തു. നീ അവിടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ആ സദസ്സിൽ പങ്കെടുക്കാത്ത നീ, അത് കാണാത്ത നീ അതിന് സാക്ഷി നിൽക്കുക എന്ന് ചോദിച്ചപ്പോ ഹുസൈമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ, അവിടെന്ന് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന് ഞങ്ങൾക്കൊരു സാക്ഷി ആവശ്യമാണെങ്കിൽ അല്ലാഹു ഏകനാണെന്നും ഒരുത്തനാണെന്നും പറഞ്ഞു തന്ന തങ്ങൾ ഞങ്ങളത് വിശ്വസിക്കണമെങ്കിൽ അതിന് ഞങ്ങൾ സാക്ഷിയെ ചോദിക്കേണ്ടതല്ലേ? സ്വർഗമുണ്ട്, നരകമുണ്ട്, ഖിയാമത്ത്, ഖബറുണ്ട്, മഹ്ശറയുണ്ടെന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് അപ്പടി വിശ്വസിച്ച ഞങ്ങൾക്ക് ഒരു തെളിവും സാക്ഷിയും വേണ്ടി വന്നിട്ടില്ല. തങ്ങൾ സത്യമേ പറയൂ എന്ന് വിശ്വസിച്ചവരാ ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങളുടെ മുമ്പിൽ ഈ ഒട്ടകത്തെ വിറ്റത് കച്ചവടം ചെയ്തപ്പോ ഞാൻ അതിന് കാശ് കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞെങ്കിൽ അത് ഞങ്ങളുടെ മനസ്സിന് ബോധ്യപ്പെട്ട സത്യമാണെന്നതുകൊണ്ട് ഞാനതിന് സാക്ഷിയാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ദീനിന്റെ ഏതൊരു കാര്യത്തിനും രണ്ടാൾ സാക്ഷി വേണ്ട സ്ഥാനത്ത് എന്റെ ഹുസൈമത്ത് ഒരാൾ മതി. ആ പ്രമുഖന്മാരായ സ്വഹാബത്തിന് നേടാൻ കഴിയാത്തത് ആ കൂട്ടത്തിലെ ചില സാധുക്കൾ നേടിയതാ. ഇത്രത്തോളം അള്ളാന്റെ റസൂലിനെ വിശ്വസിച്ച ഈ സ്വഹാബത്ത് ചോദിക്കാണ്, യകൂനു ഹാദാ യാ റസൂലല്ലാഹ്, ഇതെങ്ങനെ ഉണ്ടാവോ നബിയെ? അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൊതു ഫണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു നേരത്തെ ആഹാരം, ഞാൻ പറഞ്ഞല്ലോ, അബൂ ഹുദൈഫത്തുൽ യമാനി ചോദിച്ചു, ഉമറേ, എന്തിനാ എനിക്ക് 2 ചാറ്? മുളകരച്ച ഒരു കറിയും വേണം, തേങ്ങരച്ച ഒരു കറിയും വേണം, 2 കറി എന്തിനാ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുദൈഫത്തുൽ യമാനി ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അബൂ ഹുദൈഫ അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഇനി മുതൽ ഒരു കറി കൂട്ടിയിട്ടേ ഞാൻ ചോറുന്നുള്ളൂ. എന്തിനാ ഉമറേ എനിക്ക് 2 ജോഡി വസ്ത്രം, 1 പോരെ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഇനി മുതൽ ഞാൻ 1 ജോഡി വസ്ത്രമേ ധരിക്കുള്ളൂ. 1 ജോഡി വസ്ത്രം നിർത്തി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്ന ആഹാരം ഉച്ച സമയത്ത് തവിട് നെല്ല് കുത്തിയിട്ട്, ഞമ്മക്ക് മലയാളക്കാർക്കായ മലപ്പുറക്കാരായ ഞമ്മക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, നെല്ല് കുത്തിയിട്ട് ഗോതമ്പ് കുത്തിയിട്ട് അതിന്റെ പരുപരുത്ത ഉമിയങ്ങട്ട് ഊരിപ്പാർത്തിട്ട് ആ തവിടില്ലേ, ആ പരുത്ത തവിടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭക്ഷണം. ഉച്ചക്ക് ഒരു നേരത്തെ ആഹാരം തിന്നുന്ന പറഞ്ഞാൽ ഒരു നേരിട്ട് ഇങ്ങനെ ചിക്കൻ ബിരിയാണി അടിക്കുന്നല്ല, കുഴിമന്തി മാന്തി തിന്നുന്നല്ല, ഇപ്പൊക്കെ എല്ലാ സ്ഥലത്തും അതാണ്. കുഴിമന്തി മനുഷ്യരെ വേഗം കുജി കറക്കാനുള്ള പണിയാണത്. ഈ ജാതി ഓരോരോ ഐറ്റംസുകൾ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ, അതാരേ കച്ചവടം നടത്തിലേക്ക് ഇന്നപ്പൊടി ഒന്ന് കാട്ടരുതട്ടോ. ഇപ്പൊ മനുഷ്യരെ കുജിയിലിറക്കാനുള്ളവർ നിങ്ങൾ എഴുതി വെച്ച കുഴിമന്തി എന്ന് പറഞ്ഞപ്പോ അയാൾ പേരിനോട് മുനാസിബായിട്ട് പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യന്മാരെ ഓരോരോ കോലത്തിൽ ഇങ്ങനെ എന്നിട്ട് നേരെയൊക്കെ തന്നെ ഈ തരത്തിലുള്ള ഭക്ഷണമൊന്നുമല്ല ഉമർ റളിയല്ലാഹു അൻഹു. ഈ പരുപരുത്ത തവിട്, അത് ഇച്ചിരി വെള്ളം, അത് വായിലേക്ക് ഇട്ടിട്ടുള്ള ഉമിനീര് കൂട്ടി ചവച്ചിട്ട് ഇറക്കണ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇക്കോലത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ 2 കൈ 2 സൈഡിലേക്ക് നീട്ടിപ്പിടിച്ചാൽ തന്റെ വീട്ടിന്റെ 2 ചുമരുമ തട്ടുന്ന നീർത്തി കൈ പിടിക്കാൻ കഴിയൂലാതാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റോഡ്. ആരാ ഉമർ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഭരണാധികാരി. ലോകം മുഴുവനും ആ പേര് കേട്ടാൽ വിറക്കും. 948 ജനുവരി 30 പാർലമെന്റിന് മുറ്റത്ത് വെടിയേറ്റ് വീണ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പറഞ്ഞത്, ഇന്ത്യയിൽ സ്വസ്ഥവും സുന്ദരവുമായ സമാധാന ജീവിതം വരണമെങ്കിൽ ഉമറിന്റെ ഭരണം വരണം.
ലോകം പഠിച്ചു ഉമറിന്റെ ഭരണത്തെ. നീതിമാനായ ഒരു ഭരണാധികാരിയെ ലോകം മുഴുവനും ആശിച്ചത് ഉമറിന്റെ ഭരണം വരണമെന്നാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമാണ് ഈ കാണുന്നത്. തന്റെ കൊട്ടാരമാണിത്. ഒരു ജോഡി വസ്ത്രം, ഒരു നേരാഹാരം, ഒരു കൊച്ചുകുടിൽ. അപ്പൊ സഹാബത്ത് മൊത്തം തീരുമാനമെടുത്ത് എന്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടൊന്ന് വിശാലമാക്കാൻ തീരുമാനിച്ചു. ഒരു റൂം മുന്നിൽ, ഒരു സ്വീകരണമുറി. വിദേശ നാടുകളിൽ നിന്നുള്ള വിഐപിസുകൾ, രാജപ്രതിനിധികൾ വരുമ്പോ, വിദേശ പ്രതിനിധികൾ വരുന്ന സമയത്ത് ഇപ്പൊ രാജ്യങ്ങൾ, റോം, പേർഷ്യ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം വളരെ വ്യാപകമായിട്ട് പല രാഷ്ട്രങ്ങളിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യൂഫ്രട്ടീസ് നദി കടന്ന് അപ്പുറത്തേക്ക് എത്തിയ പരിശുദ്ധ ഇസ്ലാമിന് ആ രാജ്യത്തതിന്റെ പതാക പറപ്പിച്ച സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് ആളുകളെയും ഉഫൂദുകളെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ തുടങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ഒരു മുറി വേണ്ടേ? അപ്പൊ സഹാബത്ത് തീരുമാനിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന് ഒരു സ്വീകരണ മുറി, പ്രധാനികളായ വിഐപിസ് വന്നാൽ ഇരിക്കാൻ പറ്റിയ ഒരു സ്വീകരണ മുറി ഏർപ്പെടുത്താം. ഒരു നേരത്തെ ആഹാരം മൂപ്പര് കഴിക്കുന്നത് 2 നേരത്തെ ആഹാരമാക്കാം. ഒരു ജോഡി വസ്ത്രവും കൂടി ഇരിക്കട്ടെ. ഇത് 3ഉം സഹാബത്തിന്റെ അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ യോഗത്തിൽ ഒരു കുട്ടി അതിന് എതിർപ്പ് പറഞ്ഞില്ല. ഐക്യകണ്ഠേന തീരുമാനിച്ചു. എവിടെന്നാ? ഫണ്ട് ഇസ്ലാമിന്റെ പൊതുസ്വത്തിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന്. അതിന്റെ ഫണ്ട് പൊതു ഭരണത്തെ ഇസ്ലാമിന്റെ പൊതു ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാവാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് ആവശ്യമായ ഈ റൂമും ഭക്ഷണവും വസ്ത്രവും തീരുമാനിച്ചുട്ടോ. പക്ഷെ ഈ വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കണ്ടേ? ആര് അറിയിക്കും? ഈ പറ. ഞാൻ പറയില്ല. ഓരോരുത്തരോട് പറയും. ഓരോരുത്തരും പറഞ്ഞു ഞാൻ പറയില്ല. എന്തേ? പറഞ്ഞാൽ ഉമർ സ്വീകരിക്കൂല. വല്ലാതെ പറഞ്ഞാൽ പിന്നെ അല്പം നീളം കുറയും ചെയ്യും. മൂപ്പര് പിന്നാണ് നീളം കുറക്കും. അതുകൊണ്ട് ഞാൻ അവയ്ക്കില്ലാറ്. അവസാനം വരെ എടുത്ത തീരുമാനം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവിയും ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. ഒന്ന് സിദ്ദീഖിന്റെ മോളാണ്, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. രണ്ടുപേരും റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയല്ല. കാരണം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളല്ലേ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരല്ലേ. ആ പദവി വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അത്ര പെട്ടെന്ന് വാളെടുക്കൂല എന്ന് തീരുമാനിച്ചിട്ട് ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ആയിഷ ബീവിനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, കാണാൻ വെച്ച ഉമർ വല്ലാത്ത വിഷമത്തിലാ ജീവിതം, അതുകൊണ്ട് ഇതൊന്ന് പോയി പറയണം എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി എടുത്തപാട് പറഞ്ഞത്, ഞാൻ അക്കാര്യത്തിന് പോകൂല ഉമറിന്റെ അടുത്ത്, ഉമർ അത് സ്വീകരിക്കൂല. പക്ഷെ സ്വഹാബത്തിന്റെ നിർബന്ധത്തിന് മുമ്പിൽ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോ ആയിഷ ബീവി പോയി. ഹഫ്സ ബീവിയും ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിങ്ങനെ ഇരുന്നിട്ട് ആമുഖങ്ങളും മേക്കപ്പുകളും ഒന്നൊക്കെ ഇങ്ങനെ, എന്താ ഉമറെ സുന്നത്തല്ലേ അല്ലേ, ഇസ്ലാമൊക്കെ വളരെ സന്തോഷമായി പോയി. ആൾക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ തന്നെ എന്തോ ഉണ്ട് ഇതിന് പിന്നില്. എന്താ വന്ന കാര്യം പറ. ഒന്നുമല്ല, സഹാബത്തിന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, അത് ഇവിടുന്ന് അംഗീകരിക്കണം. എവിടുന്നാ ഫണ്ട്? അതിന്റെ ഫണ്ട് പൊതു ഫണ്ടിൽ നിന്നാണ്. പറ്റില്ല, പൊതു ഫണ്ടിൽ നിന്ന് എനിക്ക് വേണ്ട. അങ്ങ് സ്വഹാബത്തിനൊന്നും എതിർപ്പില്ല. ഒരാൾക്ക് എതിർപ്പില്ലെങ്കിലും പൊതു ഫണ്ടല്ലേ, പാടില്ല, ചെയ്യാൻ പാടില്ല. ആയിഷ ബീവി നിർബന്ധിച്ച് ഉമറെ പറഞ്ഞ മാതിരിയൊന്നുമല്ല. ആളുകൾ ഇസ്ലാമിലേക്ക് പല നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഈന്തപ്പന മട്ടലിന്റെ കൊച്ചുകുടിയിൽ താമസിക്കുന്നതിൽ വിഷമമുണ്ട്. വരുന്ന ആളുകളെ സ്വീകരിക്കണ്ടേ? ഇത് വല്ലാതെ നിർബന്ധിക്കാണെന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ റസൂലും സഹാബത്തും ജീവിച്ചൊരു മാർഗമുണ്ട് നമ്മുടെ മുമ്പിൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചൊരു മാർഗമുണ്ട് നമ്മുടെ മുമ്പിൽ. നിങ്ങളുടെ വാപ്പയും റസൂലുള്ളാഹിന്റെ ഖലീഫയല്ലേ, അവർ ജീവിച്ച് കാണിച്ചു തന്നൊരു മാതൃകയില്ലേ ഇവിടെ? ആ മാതൃക വിട്ടിട്ട് ജീവിക്കാനാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? എങ്കിൽ അവരെവിടെ എത്തിപ്പെട്ടോ അവിടെ ഞാൻ എത്തൂല, ഞാൻ വേറെ റൂട്ടിലായിരിക്കും എത്തുക, അതുകൊണ്ട് നിർബന്ധിക്കരുത്. സമയത്ത് ആയിഷ ബീവി ഒന്നുകൂടി പ്രസ് ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് ആ തനി സ്വഭാവം ആവർത്തിച്ചു, ഇറങ്ങണം ഇവിടെ നിന്ന് രണ്ടുപേരും, ഒരു സെക്കൻഡ് ഇവിടെ ഇരുന്നു പോകരുത്, ഞാൻ ആവശ്യം പറഞ്ഞിട്ട് എന്റെ മുന്നിൽ ഒരു സെക്കൻഡ് ഇരിക്കരുത്, രണ്ടുപേരും ഇറങ്ങിപ്പോണം ഇവിടുന്ന്. ആ ഉമറിന്റെ തനതായ ശൈലിയിൽ ഗർജിച്ചപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ആയിഷ ബീവി പറഞ്ഞു, ഉമർ സമ്മതിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. തിരിച്ചു പോന്നു നിരാശപ്പെട്ടുകൊണ്ട്. ഈ ഭരണാധികാരിയുടെ മുമ്പിൽ 10,000 കണക്കിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി
ഉമ്മമാരുടെ മുലപ്പാലിന്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുത്ത ബിസ്ക്കറ്റ് കുംഭകോണം നടത്തിയ ഭരണാധികാരികൾക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ കുഞ്ഞുമക്കളെ മുമ്പിൽ എന്ത് വിലയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. പൈപ്പ് ലൈൻ നടത്തിയിട്ട് കുംഭകോണം നടത്തിയവർ, ബിസ്ക്കറ്റ് നടത്തിയിട്ട് കുംഭകോണം നടത്തിയവർ, എന്താണ് ഇവിടുത്തെ ഭരണാധികാരി? 10,000 സാരി ജയലളിതക്ക്, 10,000 സാരി, 25,000 ചെരുപ്പ്. എവിടുന്നാണ് ഇതിന്റെ ഫണ്ട്? എവിടുന്നാ ഈ ഫണ്ട്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാഷ്ടം തിന്നാൻ പോലും ഇവർക്ക് അർഹതയില്ല. അവരാണ് ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ, ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നവർ. അവരുടെ മുമ്പിൽ നമുക്ക് ഉയർത്തി കാണിച്ചു കൊടുക്കണം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശം. പൊതു ഫണ്ട് സ്വന്തം ഫണ്ട് പോലെ കൈകാര്യം ചെയ്തിട്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കിട്ടേണ്ട മുതല്, ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പാവങ്ങൾക്ക് കിട്ടേണ്ട മുതല് അവരവരെ സുഖിക്കാൻ വേണ്ടി തന്നിഷ്ടം പോലെ ചെലവഴിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഏതോ കാലത്ത് ഉയർന്നു, ഇന്ന് സാർവത്രികമായി നമ്മുടെ കൺമുമ്പിൽ നിലനിൽക്കുകയല്ലേ. ഭരണകൂടത്തിന്റെ പണം കേരളം മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, കേന്ദ്രം മാത്രമല്ല, ആരും ഇതിന് അപവാദമല്ല. ഇനി അവിടെ നിന്ന് വിട്ടിട്ട് നമ്മളെ സമൂഹത്തിൽ തന്നെ ചിന്തിച്ചാൽ പള്ളിക്കമ്മിറ്റികൾ അപവാദമാണോ? മദ്രസ കമ്മിറ്റികൾ, കോളേജ് കമ്മിറ്റികൾ, ഒരു ഖജാൻജിയുടെയും സെക്രട്ടറിയുടെയും കയ്യിൽ കിട്ടുന്ന കാശ്, ഒരു യൂണിറ്റ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സോൺ കമ്മിറ്റിയുടെ, ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ കിട്ടുന്ന കാശ് തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വന്നെങ്കിൽ റസൂലുള്ള പറഞ്ഞത് നമ്മിലും പുലർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ സംഘടനയെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഇന്ന് വരെ അങ്ങനെ ഒന്ന് ആരോപണം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാഹു തആല അതിനെ തൊട്ട് കാക്കുകയും ചെയ്യട്ടെ. ഫഖാല സൽമാൻ, ഇത് പറഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹു ഞാൻ പറഞ്ഞല്ലോ, വൽ ഫൈഉ മഗ്നമ വയുസദ്ദഖുൽ കാദിബു. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? വയുസദ്ദഖുൽ കാദിബു, കള്ളം പറഞ്ഞവനെ സത്യമായി കണക്കാക്കപ്പെടും. പച്ച പൊള്ള് സമൂഹത്തിന്റെ മുമ്പ് സ്വാദിഖു, സത്യം പറയുന്നവനെ കള്ളമായിട്ടും കണക്കാക്കപ്പെടും. ഇത് ശരിക്കും ഇന്ന് നടക്കുന്നില്ലേ? ഞാൻ വിശദീകരിക്കുന്ന സമയം. വയുത്തമനുൽ ഖായിനു, ചതിക്കുന്നവനെ വിശ്വസിക്കും. വയുഹവ്വനുൽ അമീനു, വിശ്വസിക്കുന്നവനെ ചതിക്കുകയും ചെയ്യും. ഒരു ഡോക്ടറെ അടുത്ത് എന്തിനാ പോണത്? നമ്മളൊക്കെ ഡോക്ടർമാരെടുത്ത് പോണത് എന്തിനാ? നമ്മളെ ശരീരം കണ്ട് കൊടുക്കുകയാണ് അവന്. നിന്റെ ജീവൻ കൊണ്ടാണ് അവൻ പന്താടുന്നത്. ഒരു ഡോക്ടറെ മുമ്പിലേക്ക് ശരീരം കീറിപ്പൊളിക്കാൻ ഓപ്പറേഷത്തിന് കൊടുക്കുന്ന ശരീരം ഞാൻ എന്റെ ഭാര്യയെ, എന്റെ മകളെ ഒരു ഡോക്ടർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആ ഡോക്ടർ ആ രോഗിയുടെ ശരീരം കീറിപ്പൊളിക്കുകയാണ്. ശരീരത്തിന്റെ ഉള്ളിൽ നിന്നൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഒഴിവാക്കുകയാണ്. തൽസ്ഥാനത്ത് വേറൊന്ന് തുന്നി ചേർക്കട്ടെ ചേർക്കാതിരിക്കട്ടെ, കീറിയ ഭാഗം തുന്നിക്കൂട്ടി എനിക്ക് തിരിച്ചു തരാൻ. എത്രത്തോളം വിശ്വസിച്ചിട്ടാണ് ആ ഡോക്ടറുടെ അടുക്കലേക്ക് ഞാൻ എന്റെ ശരീരത്തെ അല്ലെങ്കിൽ എന്റെ മകളെ, എന്റെ ഭാര്യ, എന്റെ ഉമ്മാനെ, എന്റെ ബാപ്പാനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തത്? നമ്മൾ ഓരോരുത്തരും നമ്മളെ ഭാര്യനെയും ഈ ഡോക്ടറെ എത്ര കണ്ട് വിശ്വസിച്ചു. ഒരു തലവേദന വന്നപ്പോ ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് തലവേദനിക്കുന്നു, പനിക്കുന്നു, അയാൾ എത്ര വിശ്വസിച്ചിട്ടാണ് നമ്മൾ രോഗവിവരം അയാളെ ഏൽപ്പിച്ചിട്ട് എന്റെ ശരീരം അയാൾക്കാണ് സമർപ്പിക്കുന്നത്? ഹാർട്ട് ഓപ്പറേഷത്തിന് വേണ്ടി കൊടുക്കുമല്ലോ, ഹാർട്ട് ഓപ്പറേഷത്തിന് വേണ്ടി നമ്മൾ ശരീരത്തിനാണ് വിട്ടുകൊടുക്കല്ലേ. ഹാർട്ട് ഓപ്പറേഷത്തിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നെഞ്ച് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഹാർട്ടിനെ കൈകാര്യം ചെയ്യാൻ എന്തിനാണ് നമ്മൾ ശരീരം കൊടുക്കുന്നത്? ഒരിക്കൽ കണ്ടാ പിന്നെ അതിന്റെയൊക്കെ ചിത്രം. ഞാൻ മുമ്പൊരിക്കൽ ഈ ഹാർട്ടിനെ സംബന്ധിച്ചൊരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ നല്ല ഒരു കാർഡിയോ, ഇന്ന് അതിനൊന്നും പ്രശ്നമില്ല, യൂട്യൂബ് തെരഞ്ഞു നോക്കിയാൽ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ബൈപ്പാസ് ഓപ്പറേഷൻ അല്ലെ ഹാർട്ട് ഓപ്പറേഷൻ എന്നൊക്കെ യൂട്യൂബിൽ അടിച്ച ഹാർട്ടിനെ പല കോലത്തിൽ കൈകാര്യം ചെയ്യണം. യൂട്യൂബിൽ ഇഷ്ടം പോലെ അതിന്റെ വീഡിയോ ചിത്രം കിട്ടും. ഞാൻ അന്വേഷിച്ച അക്കാലഘട്ടത്തിൽ അത് സുലഭമല്ല. ഞാനൊരു കാർഡിയോളജിസ്റ്റുമായി അനവധി സമയം സംസാരിച്ച് പല സന്ദർഭങ്ങളിൽ മെനക്കെട്ടിട്ടാണ് ഒരു ഹാർട്ട് ഓപ്പറേഷത്തിന്റെ കൃത്യമായ രൂപം അയാൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും അതിന്റെ ചിത്രം അയാൾ കാണിച്ചു തരുന്നതും. എന്നിട്ട് അതിന്റെ CD കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ നിന്ന് പകർത്തിയിട്ടാണ് എന്റെ ഒരു പ്രസംഗം, അള്ളാഹു ചെയ്തു തന്ന ഒരു നിഅമത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസംഗത്തിൽ ഞാൻ ഹാർട്ട് ഓപ്പറേഷത്തിന്റെ ഒരു കോലം ആ CD കൊടുത്തിട്ട് ഒരു CD ഞാൻ ഇറക്കിയത്. കുറെ മുമ്പാണ്. ആ CD ഇപ്പോഴും എവിടേക്കോ വിപണിയിൽ കിട്ടും. ഞാൻ ഇറക്കിയിട്ടില്ല, 5 പൈസ ഞാൻ അതിന്റെ പേരിൽ വാങ്ങിയിട്ടില്ല. ഇന്ന് വരെ CD വകുപ്പിൽ 5 ഉറുപ്പിക ഞാൻ വാങ്ങിയിട്ടില്ല. അങ്ങനെ ഇന്നിപ്പോ ഹാർട്ട് ഓപ്പറേഷത്തിന് വേണ്ടി കൊടുക്കുക. ഈ ഡോക്ടർമാർ ഇന്ന് ചെയ്യണ പണി എന്താ? എന്തിനാ ഞാൻ കൂടുതൽ പറയണോ?
ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ കെട്ടിക്കിടക്കണ മരുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് തീറ്റിച്ചല്ലേ? ഈ മരുന്ന് കഴിച്ചാൽ രോഗം വരും എന്ന് ആ എഴുതി തരുന്ന ഡോക്ടർക്ക് അറിഞ്ഞൂടെ? എന്തെല്ലാം സാധനങ്ങൾ ഇന്നിവിടെ നമ്മൾ കൃത്രിമമായി അരി നിർമ്മിക്കുന്നു. പൊറോട്ട തിന്നാൽ രോഗം വരും എന്ന് ഉറപ്പാ. കുട്ടികൾക്ക് തേച്ചു കൊടുക്കുന്ന ഈ സോപ്പില്ലേ, ഒരു പ്രത്യേക കമ്പനിയുടെ സോപ്പ്, ആ സോപ്പും പൗഡറുകളും ബേബി സോപ്പും ബേബി പൗഡറും ഉപയോഗിച്ചാൽ അത് ശ്വസിച്ചാൽ അതിൽ നിന്ന് ശുദ്ധി ചെയ്യാത്ത ക്രൂഡ് ഓയിലിന്റെ ചില ഭാഗങ്ങൾ ചേർക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ചർമ്മത്തിലേക്ക്, കുഞ്ഞി പൈതം മക്കളെ ശരീരത്തിലേക്ക് ആ എണ്ണ ഉപയോഗിച്ചാൽ, ആ സോപ്പ് ഉപയോഗിച്ചാൽ, ആ പൗഡർ ഉപയോഗിച്ചാൽ മാരകമായ രോഗം വരുമെന്ന് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ബേബി പൗഡർ വാങ്ങിയിട്ട് ആ ബേബി പൗഡറിന്റെ ടിന്നുമൽ നിങ്ങൾ നോക്കിയാൽ പരസ്യമായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പൗഡർ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് മാരകമായ രോഗം വരും. എന്തിനാ മെഡിക്കൽ സ്റ്റോറിൽ അത് വിൽക്കണത്? നമ്മളെ കൊണ്ട് എന്തിനാ അത് വാങ്ങിപ്പിക്കണത്? ഗവൺമെന്റ് പറഞ്ഞു മുന്നറിയിപ്പില്ലാതെ വിൽക്കരുത്. അതിന് എഴുതി വെച്ച ഒരു തട്ടിപ്പാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടൂല. ദൂരദർശിനി വെച്ചിട്ട് അത് നല്ല ദൂരം തെളിഞ്ഞു കാണുന്ന കണ്ണട വെച്ചിട്ട് ആ ചെറിയ അതിന് മാത്രം ചെറുതാക്കിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന് മാത്രം ചെറുതാക്കിയിട്ട് എഴുതി. ഞാൻ ഈ പറഞ്ഞത് അതിന്മേലില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച സംഖ്യ ഞാൻ ഇനാം തരാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോവാ, ബേബി പൗഡർ വാങ്ങാം. കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബേബി ഓയിലുകൾ പല സാധനങ്ങൾ കുട്ടികൾക്ക് മാർക്കറ്റിൽ കിട്ടും. അതിമേ എഴുതി വച്ചിരിക്കുന്നു, ഇത് ഉപയോഗിച്ച് കുട്ടിക്ക് മാരകമായ രോഗം വരും. എന്നിട്ട് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കുക. എന്തിന്? ഇത് ഉപയോഗിച്ചാൽ വരുന്ന ഒരു രോഗത്തിനുള്ള മരുന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡോക്ടർമാരെ കൊണ്ട് ചെലവാക്കിപ്പിക്കുകയാണ്. അതും വാങ്ങാനുള്ളത് നമ്മളാണ്. നോക്കണേ നിങ്ങൾ, സ്വന്തം ജീവൻ കൊണ്ട് പന്താടുക. നമ്മളെ ജീവൻ വിശ്വസിച്ച് ഒരു ഡോക്ടറെ അടുക്കലേക്ക് ഓപ്പറേഷത്തിന് കൊടുക്കുക. ഒരു ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് എന്റെ രോഗത്തിന് ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ അടുക്കലേക്ക് നമ്മളെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഡോക്ടർ നമുക്ക് ഒരു തലക്ക കൂടി രോഗം മാറാനല്ല, ഈ രോഗം മറ്റൊരു തലയിൽ വർജിച്ചു വന്നിട്ട് ആ രോഗം മൂർധന്യ ദശയിൽ എത്തുമ്പോ വേറെ ചില മരുന്ന് കമ്പനികളുടെ കാശും കമ്മീഷനും വാങ്ങിയ ഈ ഡോക്ടർ നമ്മളെ കൊണ്ട് ഇത് വാങ്ങി കുടിപ്പിച്ചിട്ട് അയാളെ കൊമ്പ് വീർപ്പിക്കുക. ഇത് വിശ്വാസവഞ്ചനയല്ലേ? ഇതിന് വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് വിശ്വാസവഞ്ചന? ഞാൻ 100% ഡോക്ടർമാരും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല. ആര് ഇത് ചെയ്യുന്നുവോ അവർക്ക് പൊള്ളിയാ മതി. അത് ചെയ്യാത്തോ വിഷമിക്കണ്ട. എന്നെ പറ്റിയാ പറഞ്ഞത്, ഡോക്ടർമാരെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണോ? അതൊന്നും പറയണ്ട. ചെയ്യുന്ന ഡോക്ടർമാര് വിശ്വാസവഞ്ചന നടത്തുന്നവരാണ്. നിങ്ങൾ ചെയ്യുന്നില്ലേ, നിങ്ങൾ നല്ലവരാണ്, അള്ളാഹ് നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ ഡോക്ടർമാർക്ക് ഉണ്ടെങ്കിൽ പറ, അങ്ങനത്തെ ഡോക്ടറെ കാണിച്ചതാ. മിനിഞ്ഞാന്ന് പത്രത്തിൽ 3 വർഷം ഒരു പെണ്ണ് നിൽക്കാത്ത പനി. കാരണം എന്താന്ന് അറിഞ്ഞൂടാ. അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് പരിശോധന നടത്തി അവസാനം വയറ്റിൽ ഒരു കത്രി കിടക്കുന്നതായിട്ട് സ്കാൻ ചെയ്തപ്പോൾ കണ്ടു. കത്രിക വയറ്റിൽ കിടക്കുന്നു. സ്കാനിൽ തെളിഞ്ഞപ്പോ ആ പെണ്ണിന്റെ വയറ് ഓപ്പറേഷൻ ചെയ്തിട്ട് 3 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ ചെയ്തപ്പോ വയറ്റിനുള്ളിലിട്ട കത്രിക അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാതെ തുന്നിക്കൂട്ടിയിട്ട് ആ പെണ്ണിനെ വിട്ടു. എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ചിട്ട് നമ്മളെ ശരീരം കൊടുക്കുക? നിങ്ങൾ പറയും. ഇവന്മാരടുത്തേക്ക് വിശ്വസിച്ചിട്ട് ശരീരം വിശ്വസിച്ചല്ലേ ഒരു ഡോക്ടറെ ശരീരം ഏൽപ്പിക്കുന്നത്? നമ്മളെ ശരീരം ഒരു ഡോക്ടറെ ഏൽപ്പിക്കുന്നത് വിശ്വസിച്ചിട്ടല്ലേ? ആ ഡോക്ടറുടെ അടുക്കിലേക്ക് നമ്മളെ ശരീരം എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? അല്ലാഹു റസൂൽ പറഞ്ഞ ഇക്കാര്യം പുലർന്നില്ലേ? വയുഖവ്വനുൽ അമീനു വയുതമനുൽ ഖായിനു. വഞ്ചിക്കുന്നവനെ വിശ്വസിക്കുക, വിശ്വസിക്കേണ്ടവനെ വഞ്ചിക്കുക. ഇങ്ങനത്തെ ഒരു കാലഘട്ടം. വിശ്വസിക്കുന്ന ആളെ വഞ്ചിക്കപ്പെടും. വയതകല്ലമു റുവൈബിളത്തു. റുവൈബിളത്ത് സംസാരിക്കും. ഹദീസിന്റെ കാൽ ഭാഗമായിട്ടില്ല, ഈ പേജിന്റെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ എത്തണം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിയൂല, ഞാൻ നിർത്തും. പറഞ്ഞിടത്തോളം പറയും. എന്താണ് റുവൈബിളത്ത്? കാല സ്വഹാബത്ത് ചോദിച്ചു, വമർ റുവൈബിളത്തു. റുവൈബിളത്ത് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അല്ലാഹു റസൂൽ പറയാണ്, യതകല്ലമു ഫിന്നാസി മലം യതകല്ലം. സംസാരിക്കാത്ത വസ്തുക്കൾ സംസാരിക്കുക. സംസാരിക്കാത്ത വസ്തു സംസാരിക്കുക. റേഡിയോ സംസാരിക്കൽ തുടങ്ങി, ഇരുമ്പ് സംസാരിക്കാൻ തുടങ്ങി, TV സംസാരിക്കാൻ തുടങ്ങി. വേറൊരു ഹദീത്തിൽ കാണാൻ കുത്തിപ്പിടിക്കുന്ന വടി അവനോട് സംസാരിക്കുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളുണ്ടാവില്ല. ഒരു കാലത്തെ വയസ്സന്മാർക്ക് ഇത് കുത്തിപ്പിടിക്കാൻ കിട്ടിയ വടിക്ക് ഉഷാറാ. ഇപ്പൊ അത് വർത്താനം പറയണം, ഇതായിരിക്കണം,
അല്ല എന്ന് പറഞ്ഞുകൂടല്ലോ. ഞാനും തന്നെ ചിലപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് വല്ലാതെ ക്ഷീണം വരുന്ന സമയത്ത് ഇതിമ്പോ ഒന്ന് മുറുക്കി പിടിച്ചിങ്ങനെ ഭാരം കൊടുക്കും. അപ്പൊ കുത്തിപ്പിടിക്കണ പടി സംസാരിക്കാന്ന് പറഞ്ഞതാണോ ഇത് എന്ന് ചിന്തിക്കും ഞാനപ്പോ. ഒരു പാടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോണുകള് എന്താണ് ഇപ്പൊ ഇത് കാര്യത്ത് ഇരുമ്പ് പറക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇരുമ്പ് പറക്കും. ഇരുമ്പ് പറന്നില്ലേ? വിമാനങ്ങളൊക്കെ പറക്കാൻ തുടങ്ങിയില്ലേ? അന്തരീക്ഷത്തിലേക്ക് എന്തെല്ലാം ചന്ദ്രയാൻ എന്തൊക്കെയാണ് ഇപ്പൊ എഴുതി വിട്ടുകണത്? ഇതൊക്കെ പറക്കന്നല്ലേ? സമുദ്രം തീ കത്തിക്കപ്പെടും. ഇതൽ ബിഹാറു, അതൊക്കെ നമുക്ക് പിന്നീട് പറയാനുള്ള വിഷയങ്ങളായിരുന്നു. റസൂലുള്ളാഹി ഈ ഒരൊറ്റ ഹദീസ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വയുങ്കിറുൽ ഹഖ്ഖ തിസ്അത അഅശാരിഹിം. വയുങ്കിറുൽ ഹഖ്ഖ, സത്യം പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കണേ, സത്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ ആളെ കിട്ടൂല. തിസ്അത അഅശാരിഹിം. തിസ്അത അഅശാർ എന്ന് പറഞ്ഞാൽ 10-1. 10-1 9. 10-1 എന്ന് പറഞ്ഞാൽ അപ്പോ 100ക്കാവുമ്പോ ഒന്ന് കണക്കൂട്ടിയിടോ 90. 10-9 എന്ന് പറഞ്ഞാൽ 100ക്ക് എത്ര? 4ാം ക്ലാസ്സിലെ സ്കൂൾ പോയാൽ ഞാൻ അങ്ങളെ കാട്ടി മെച്ചം. ഒരു ഞായറാഴ്ച സ്കൂളിൽ പോയ പരിചയം കൂടി കാട്ടാതെ 10ക്ക് 9 എന്ന് പറഞ്ഞാൽ 100ക്ക് 90. 90% വയുങ്കിറുൽ ഹഖ്ഖ. സത്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ ആളെ കിട്ടൂല. സ്വീകരിക്കാൻ ആളെ കിട്ടൂല, നിഷേധിക്കും. ജനങ്ങളെ മുമ്പിൽ സത്യം വാത് പറഞ്ഞാൽ സ്വീകരിക്കാൻ ആള് കിട്ടൂല. മൂലേരെന്ത് പറഞ്ഞാലും ബ്രസീൽ എന്നെ ജയിക്കുക അല്ലേ? മൂലയന്മാരെ കുതിരാക്കി ഇപ്പൊ എന്തിയായി? അത് അവസാനം ഇപ്പൊ എവിടെ എത്തിയറികള്? ഖറാബായി. അള്ളാഹു തആല അയാ മൂലേരെ ഇപ്പൊ നിരോധിച്ചിട്ടുണ്ടാവും. സത്യം വെള്ളിയാഴ്ച വാദം. റമളാൻ മാസത്തില് ചാവക്കാടുള്ളൊരു മുസ്ലിയാര്, ഞാൻ ഈ കോടൂര് ജോലി ചെയ്യുന്ന കാലത്താണ് ആ സംഭവം നടക്കണത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്താ പറയുക, 1981, 82 അന്ന് ഞാൻ ഇവിടെ വരിക്കോട്ടിൽ ജോലി ചെയ്യാണ്. കോടൂര് 81, 82 കാലഘട്ടം. അന്ന് ചാവക്കാടുള്ളൊരു മുസ്ലിയാര് ബോംബെയിൽ ഖത്തീബായിട്ട് ജോലി ചെയ്യാണ്. അയാൾ അവിടെ ജുമാക്ക് റമളാൻ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമാക്ക് പറഞ്ഞ് കള്ളുടിക്കെതിരില്ല. ആ ജുമാക്ക് വന്ന കള്ളുടിയന്മാര് റമളാനിന്റെ ഒരു സ്പെഷ്യൽ നിസ്കാരക്കാർ, ഈ സപ്ലിമെന്റ് ഉണ്ടാവുമല്ലോ, SYS 60ാം വാർഷിക സപ്ലിമെന്റ്, ജാമിയ നൂരിയ സമ്മേളന സപ്ലിമെന്റ്, മർക്കസ് സമ്മേളന സപ്ലിമെന്റ്, സിറാജും ചന്ദ്രയും പത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യും? സപ്ലിമെന്റ് ഇറക്കും. ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് ഗൾഫ് കമ്മിറ്റി ഇറക്കും, നാട്ടിൽ കമ്മിറ്റി. അത് കൊല്ലത്തിലൊരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ സമ്മേളനം നടക്കുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. എന്ന മാതിരി ഇത് കൊല്ലത്തൊരു സപ്ലിമെന്റ് നിസ്കാരക്കാർ പള്ളിക്ക് വരാനുണ്ട്. ഈ ബോംബെയിലുള്ള ആ പള്ളിയിൽ അന്ന് നിക്കരിക്കാൻ വന്നത് കുറച്ച് കള്ളുടിയന്മാരായിരുന്നു. റമളാൻ മാസമായപ്പോ ഒന്ന് കയറി നോക്കിയതാണ്. മൂലേരെന്ന് വയലറിന് കള്ളുടിക്കതില്ല. ആ ഖുതുബ കഴിഞ്ഞ് ജുമാ കഴിഞ്ഞപ്പോൾ ആ കള്ളുടിയന്മാർ പള്ളിയിൽ വെച്ചുകൊണ്ട് തീരുമാനിച്ചു, ഈ മൂലേരെ വിട്ടാ പറ്റൂല. സൈക്കിൾ ചെയിൻ കൊണ്ട് പള്ളിയിലിട്ടടിച്ചു. നിലപ്പരിശായി വീണ ആ മനുഷ്യന്റെ ശരീരം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പോലെ വെട്ടി നുറുക്കിയിട്ട് അയാൾ ആ പള്ളിയിൽ കിടന്നുകൊണ്ട് ഒളുവോടുകൂടി ജുമാക്ക് ശേഷം ഉച്ചത്തിൽ ഷഹാദത്ത് ചൊല്ലി മരിച്ചപ്പോ പള്ളിയിൽ ജുമാക്ക് വന്ന മുസ്ലിം സമുദായത്തിന്റെ മെമ്പർമാരെന്ന് അവകാശപ്പെടുന്ന കള്ളുകുടിയന്മാർ ആ ഷഹാദത്ത് ചെല്ലുന്ന പള്ളിയിലെ ഖത്തീബിന്റെ നാവ് നീട്ടിപ്പിടിച്ച് മുറിച്ചുകൊണ്ട് ആ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ചാവക്കാട് അദ്ദേഹത്തിന്റെ കുഞ്ഞുമക്കളെ മുമ്പിലേക്ക് സമ്മാനിച്ചത്. ഇതോടെ കേരളത്തിൽ സംഭവിച്ചതാണ് 1981. നിങ്ങൾ ചിന്തിക്കണം. സത്യം പറഞ്ഞാൽ നിഷേധിക്കുന്നു മാത്രമല്ല, സ്വീകരിക്കാൻ ആളെ കിട്ടൂല എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് സത്യം സ്റ്റേജിൽ കയറി വാള് പറഞ്ഞാൽ എത്ര കണ്ടിവിടെ ഫലപ്രദമാണ് എന്നതിന് ഈ കേരളം കണ്ട കോലാഹലങ്ങൾ തന്നെ നമ്മുടെ മുമ്പിൽ തെളിവല്ലേ? സത്യം പറഞ്ഞ ആളെ കിട്ടുമോ? ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്ന റസൂലുള്ളാഹി പറഞ്ഞു. വിശദീകരിക്കണം, ഒരുപാട് പറയണം. കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്റെ മനസ്സ് തേട്ടി വരുന്നുണ്ട്. പക്ഷെ ടൈമില്ലല്ലോ, ഞാൻ പറയുന്നില്ല. ഇസ്ലാം പോകും. ഫലാ യബ്ഖാ ഇല്ല ഇസ്മുഹു, ആ പേരേ ഉണ്ടാവുള്ളൂ. ഇസ്ലാം എന്നുള്ള പേര് ചോദിച്ചാൽ മുഹമ്മദാണ്, അബ്ദുറഹ്മാനാണ്, ഖാലിദാണ്, അബൂബക്കറാണ് എന്നൊക്കെ പറയും. വയദ്ഹബുൽ ഖുർആൻ ഫലാ യബ്ഖാ ഇല്ലാ റസ്മുഹു, ഫലാ യബ്ഖാ ഇല്ല ഇസ്മുഹു, പേരല്ലാതെ ബാക്കിയുണ്ടാവില്ല. ഖുർആനിലെ എഴുത്തുകളല്ലാതെയും ബാക്കിയുണ്ടാവില്ല. ആരാ ഖുർആൻ സ്വീകരിക്കാനും അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അത് ഓതാനും
ഈ ഏടുകളിൽ കാണുന്ന അക്ഷരങ്ങൾ, ലിപികൾ അവിടെ ഉണ്ട്. അത് ഖുർആനിൽ അവിടെ ഉണ്ട്. അത് അതിന്റെ ഹക്ക് പോലെ ഓതാനോ അതെടുത്ത് അർത്ഥം പഠിക്കാനോ അത് ഉൾക്കൊണ്ട് ജീവിക്കാനോ ഖുർആനിന്റെ സ്വഭാവം അനുസരിച്ച് ജീവിക്കാനോ ആളില്ല. പള്ളികളൊക്കെ വലിയ വലിയ അമ്പരച്ചമ്പികളായ പള്ളികൾ. പേര് മുഹമ്മദാണ്. ആ മുഹമ്മദ് ഒരു കളവ് കേസ് പിടിച്ചാല്, ഇപ്പൊ പത്രങ്ങൾ വായിച്ചാൽ കളവ് കേസ് പിടിച്ചാൽ, കൊലപാതകത്തിന്റെ കേസ് പിടിച്ചാൽ, ബാങ്ക് കൊള്ള പിടിച്ചാൽ ഇതിലൊക്കെ ഉണ്ടാവും നമ്മുടേതായ സാന്നിധ്യങ്ങൾ. റമളാൻ മാസത്തിൽ തന്നെ ബാറുകളിൽ വീണ് മരിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ ഇല്ലേ? വതുഹല്ലൽ മസാഹിഫ് ബിദ്ദഹബി. എന്താ ഓരോന്ന് റസൂലുള്ളാഹിയുടെ പറയൽ? ഏത് കാലത്തായി പറയണത്? 1500 കൊല്ലം മുമ്പ്. വതുഹല്ലൽ മസാഹിഫ് ബിദ്ദഹബി. മുസഹഫുകളെ സ്വർണം കൊണ്ട് അലങ്കരിക്കും. തങ്കലിപികളാൽ എഴുതപ്പെട്ട ഖുർആൻ മ്യൂസിയത്തിൽ. മുസഹഫൊക്കെ സ്വർണം എഴുതുകയാണെങ്കിൽ സ്വർണം കൊണ്ട് തന്നെ എഴുതേണ്ടത്. അള്ളാന്റെ കലാമം എഴുതുകയാണെങ്കിൽ സ്വർണം കൊണ്ട് തന്നെ എഴുതുകയാണെങ്കിൽ ഈ ദുന്യാവില് അത് അലങ്കരിക്കുകയാണെങ്കിൽ ഈ അലങ്കരിക്കേണ്ട ഗ്രന്ഥം അള്ളാന്റെ ഖുർആൻ തന്നെ. പക്ഷേ പാടില്ല. കഅബത്തിനെ സ്വർണം കൊണ്ട് അലങ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഅബത്തിനെ സ്വർണം കൊണ്ട് അലങ്കരിക്കാൻ പാടില്ല, ഹറാമാണ്, പാടില്ല. കഅബത്തിന്റെ വാതിൽ സ്വർണമാണ്. അതല്ലേ 81 കഅബത്ത് 79 പിന്നെ കഅബത്ത് സ്വർണം വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലാണ് അവിടെ വെടിവെപ്പ് നടന്നത്. മയ്യത്ത് ഹറമിലേക്ക് കൊണ്ടുവരും പോലെ മയ്യത്തും കെട്ടിൽ വെച്ചിട്ട് ആയുധങ്ങൾ പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ മൂടിയിട്ടിട്ടായിരുന്നു കഅബത്തേക്ക് അന്ന് ആയുധങ്ങൾ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ കഅബത്തിന്റെ നിസ്കാരം കഴിഞ്ഞ പാടന്നെ ഈ പട്ടാളക്കാരും ഈ അക്രമികളും എന്തു ചെയ്തു? മസ്ജിദുൽ ഹറാമിന്റെ മുനാരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് സഊദി പട്ടാളത്തെയും മുത്തവ്വമാരെയും വെടിവെക്കാൻ തുടങ്ങി. മസ്ജിദുൽ ഹറാമിന് വെടിയേറ്റു. പല സ്ഥലത്തും തവാഫ് മുടങ്ങി. ഒരാഴ്ച കഅബത്തിങ്ങ തവാഫ് മുടങ്ങി. കഅബത്തിങ്ങ തവാഫ് മുടങ്ങലില്ല. 24 മണിക്കൂറും തവാഫൻ. ഒരു സെക്കൻഡ് കഅബത്തിങ്ങ തവാഫ് മുടങ്ങിയ സമയമില്ല. ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ ജമാഅത്തായിട്ട് നിൽക്കണവും ഒരു തവാഫ് പോലത്തിൽ തന്നെയല്ലേ? അതും ഒരു തവാഫ് പോലത്തിലാണല്ലോ. അങ്ങനെ തവാഫ് മുടങ്ങലില്ല അവിടെ. അങ്ങനെ മുടങ്ങി. എന്താ അവർ പറഞ്ഞ കാരണങ്ങൾ? പല കാരണങ്ങൾ ഉന്നയിച്ചതിൽ ഒന്ന് കഅബത്തിന് സ്വർണം വെച്ചു എന്നാണ് അവർ പറഞ്ഞ ന്യായം. പലതും മുസഹഫിനും കഅബത്തിനൊക്കെ സ്വർണ്ണം അലങ്കരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് ആലാമത്തായിട്ട് പറഞ്ഞത് ഭൂരിഭാഗവും മോശപ്പെട്ടതാണെങ്കിലും ശറഇൽ അതിന്റെ ഹുക്മ ഹറാമാണെന്ന് പറഞ്ഞുകൂടാ. ചില സംഗതി ഹുക്മ ഹറാമാന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനൊക്കെ ഉണ്ടാവും, ഇങ്ങനൊക്കെ സംഭവിക്കും എന്നാ പറഞ്ഞതിനർത്ഥം. എല്ലാം തെറ്റാണ് എന്നാ പറഞ്ഞതിനർത്ഥമില്ല. ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ആണുങ്ങൾ തടിച്ച് കുട്ടപ്പന്മാരാവും, പെണ്ണുങ്ങളൊക്കെ സ്ലിമ്മേകാരം. ഇന്ന് മോഡൽ ഏതാ? ചെറുപ്പക്കാരോട് ചോദിച്ചാറിയാം. നമ്മളൊക്കെ വയസ്സമായ അമ്മക്ക് വല്ല കഥ അറിയോ? ഞമ്മക്ക് വല്ല കഥ അറിയോ? ഇപ്പൊ നിങ്ങൾ പെണ്ണിട്ട് നമ്മളെ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കി, ഒരു സ്ലിമ്മ് പെൺകുട്ടികളെ തെരഞ്ഞെടുക്കണത്. പെണ്ണുങ്ങളൊക്കെ സ്ലിമ്മേകാരം. ആണുങ്ങളോ? ഒത്തസമ്മനു ദുക്കൂറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാരൊക്കെ തട്ടി കുട്ടപ്പന്മാരായി മാറും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊളസ്ട്രോള്, പ്രമേയം, ഷുഗർ ആർക്കും നീച്ചാൻ വെച്ച. എന്നിട്ട് രാവിലെ കിടന്ന് മണ്ടാണ്. അസ്രായേലിനെ പേടിച്ച് മണ്ടുകളപ്പത്. ഇതിപ്പോ അസ്രായേലിനെ പേടിച്ചല്ലേ മണ്ടത്? കാരണം ഈ അസ്രായേൽ പെട്ടെന്ന് വന്ന് റൂഹിനെ പിടിച്ചിരുന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ സ്റ്റേഡിയത്തിന് ചുറ്റോടിയിട്ടും കിടന്ന് മണ്ടണത്. തടി കുറക്കാണ്. ആയിഷ ബീവിയും അല്ലാഹുവിന്റെ റസൂലും കൂടി ഒരുക്ക ഓടിയപ്പോ ആയിഷ ബീവി ജയിച്ച്. അന്ന് ആയിഷ ബീവി സ്ലിമ്മ. വിചാരിച്ച മാതിരി ശരീരത്തെ വളച്ചു കിട്ടും. അള്ളാന്റെ റസൂലിന് വയസ്സ് കുറെ ആയല്ലോ. ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷമല്ലേ റസൂലുള്ളാഹി ആയിഷ ബീവിനെ വീട്ടിൽ കൂടുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് എങ്ങനായാലും 19 വയസ്സ് കഴിഞ്ഞില്ലേ. ആയിഷ ബീവി ആണെങ്കിൽ ചെറുപ്പക്കാരിയല്ലേ. റസൂലുള്ളാഹി വഫാത്താവുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാ. അപ്പൊ ആയിഷ ബീവിന്റെ പ്രായത്രേ? നല്ല ചെറുപ്പക്കാരിയല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജയിച്ചു. അപ്പൊ അള്ളാഹ് ആയിഷ ബീവിക്ക് സന്തോഷായി. റസൂലുള്ളാഹി ജയിച്ചു, ആയിഷ ബീവി തോറ്റു. പിന്നീട് ഓടിയപ്പോ ആദ്യം ആയിഷ ബീവി ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. കുറച്ചു കാലം കഴിഞ്ഞ് പിറ്റേന്ന് അതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി ഓടി. ആയിഷ ബീവി ഓടില്ലായിരുന്നു. ഞാൻ നടന്നു പോയപ്പോ നമുക്കൊന്ന് ഓടില്ലായിരുന്നു. ഓടിയപ്പോ ആയിഷ ബീവി തോറ്റു, റസൂലുള്ളാഹി ജയിച്ചു. അതെന്താ കാരണം? അവിടെ പറഞ്ഞത് തടിച്ചുപോയി. എന്തേ തടിച്ചത്? പെരന്റെ ഉള്ളിൽ കുത്തർന്നിട്ട് തടിച്ചു. പൊരന്റെ ഉള്ളിൽ കുത്തർന്നിട്ട് തടിച്ചു. വേറെ പണിയൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചുണ്ടാക്കുക, തിന്നുക, കുടിക്കുക, അതിനാവശ്യമായ പണികൾ ചെയ്യുക. അപ്പൊ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നപ്പോ തടിച്ചു.
ഇതാണ് പെണ്ണുങ്ങളെ സ്വഭാവം. അവർ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പെണ്ണുങ്ങളെ എല്ലാ മേഖലയിലും ജോലിക്കെത്തി, റെയിൽപാളം പിക്കറ്റ് ചെയ്യാനും അവര് പ്രകടനം നടത്താനും അവർ കുയ്യുത്താനും അവർ അങ്ങാടി കാടും പൊന്തിയും വെട്ടാനും ഇതൊക്കെ പോരാടി. ആണുങ്ങൾക്ക് പണിയൊന്നുമില്ല. അപ്പൊ ആണുങ്ങൾ തടിച്ചു കൊഴുക്കാൻ തുടങ്ങി. വതകൂനുൽ മിശ്വറത്തു ലിൽ ഇമായി, എന്തൊരു കാര്യം മുശാവറത്ത് ചെയ്യാൻ പെണ്ണുങ്ങളോട് ചോദിക്കും. ഒരു മൂലയിരുത്തി വന്നിട്ടുണ്ട്, ചോറ് എടുത്തോടെ, ഞാൻ പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചാട്ടെ. അവിടെ മുതൽക്കാണ് തുടങ്ങി. പിന്നെ ഇനി എല്ലാം അങ്ങനെയാണ്. എന്ത് സംഗതി ഉണ്ടായാലും അതിന് ഉറുപ്പ്യ കിട്ടിയാലേ പെണ്ണുങ്ങളെ കവറ് പൊട്ടിച്ചു നോക്കുക, എത്ര ഉറുപ്പ്യ ഇട്ടിക്കണം, അതൊന്നും നോക്കരുത്, അതൊന്നും അറിയിക്കരുത് എന്നാ. പെണ്ണുങ്ങളോട് മുശാവറത്ത് ചെയ്യേണ്ടതേ ചെയ്യാവൂ. പെണ്ണുങ്ങളോട് എല്ലാ കാര്യം മുശാവറത്ത് ചെയ്യരുത്. ഒരാളെയും എന്തൊരു സംഗതി ചെയ്യുകയാണെങ്കിലും മുശാവറത്ത് ചെയ്യണം. അള്ളാഹു താല മലക്കുകളോട് മുശാവറത്ത് ചെയ്തു. അള്ളാഹ്ക്കപ്പം മലക്കുകളോട് വെച്ചിട്ടാണോ? പക്ഷെ അള്ളാഹ് മലക്കുകളോട് മുശാവറത്ത് ചെയ്തത് മുശാവറത്ത് വേണമെന്ന് പഠിപ്പിക്കാനാ. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു, എന്താ നിങ്ങളെ അഭിപ്രായം? ഒരിക്കൽ പറയാനുള്ള ഒരു പറഞ്ഞു, അള്ളാഹിന്റെ തീരുമാനം അള്ളാഹ് നടപ്പാക്കുകയും ചെയ്യും. ചോദിക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന് പറ്റിയവരോട്, അർഹതപ്പെട്ടവരോട് മുശാവറത്ത് ചെയ്യണം. ആരോട് മുശാവറത്ത് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ സ്വന്തം പെണ്ണുങ്ങളോട് മുശാവറത്ത് ചെയ്തിട്ട് ഒരു പറഞ്ഞതിന് നേരെ എതിരെ ചെയ്യണമെന്നാ. പെണ്ണ് പറഞ്ഞത് അത് അപ്പടി കേട്ടുകൊടുക്കരുത്. അലി റളിയല്ലാഹു അൻഹു മരത്തമ്മ കയറിയപ്പോ ഫാത്തിമ ബീവി പറഞ്ഞേ, ആ പച്ച കൊമ്പമ്മ പിടിച്ചോളിട്ടോ, ഉണങ്ങിയ കൊമ്പമ്മ പിടിച്ചാ ബുഗുന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഉണങ്ങിയ കൊമ്പമ്മ പിടിച്ചു. താഴാണ് പോണു. ഞാൻ അപ്പോളേ പറഞ്ഞു ആ പച്ച കൊമ്പമ്മ പിടിച്ചാൽ മതിയെന്ന്. അള്ളാഹുവിന്റെ റസൂല് വിവരം അറിഞ്ഞപ്പോ പറഞ്ഞു, ആ പച്ച കൊമ്പൊന്ന് പോയോക്കാണിയാറോ. പോയി നോക്കുമ്പോ ആ പച്ച കൊമ്പും ഒരു കരിമൂർക്കം പാമ്പ്. ആ പൈമ പിടിച്ചിക്കണമെങ്കിലോ എല്ലാം പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കരുത്. നമ്മളിത് കിട്ടിയത് മുഴുവനും മദ്രസ കമ്മിറ്റിയിൽ പ്രശ്നം ഉണ്ടായാൽ അതും പെണ്ണുങ്ങളോട് നിന്നിട്ട് മുശാവറത്ത് ചെയ്യും. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രശ്നം ഉണ്ടായാൽ അതും പെണ്ണുങ്ങളോട് നിന്നിട്ട് മുശാവറത്ത് ചെയ്യും. പള്ളിയിൽ കമ്മിറ്റിയോളം കൂടിയിട്ട് എന്തെങ്കിലും വല്ല ചർച്ചകളും വന്നാൽ അതും പെരീകെത്തിയ പെണ്ണുങ്ങളോട് മുശാവറത്ത് ചെയ്യും. നിങ്ങൾ ചിന്തിക്കുക, പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഭാരമേറിയ പലതും തലയിൽ വെച്ചിട്ട് ചിന്ത കൊടുത്ത് വർക്ക് ചെയ്യേണ്ട പലവിധ സംഗതികളും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖലയിലുണ്ടല്ലോ. അങ്ങനത്തതൊക്കെ